അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി ചർച്ച ചെയ്തു വരുന്നത്. അതിലെ ഒരു പാർട്ടി എന്ന നിലക്ക് മനുഷ്യൻ്റെ അനിവാര്യ ആവശ്യങ്ങളിൽപ്പെട്ട ജലത്തെക്കുറിച്ചും അതുവഴി ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചുമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ചില പരാമർശങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിലെ 1-2 ആയത്തുകൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ഒരു ഭാഗം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നമ്മൾ അവസാനമായി ചർച്ച ചെയ്തതും ഈ വിഷയത്തിൻ്റെ ആദ്യത്തെ ഭാഗവുമാണത്. അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യൻ ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് തന്നെയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലയാണ്, ഏകദൈവ ആരാധനയാണ്. ആ ഏകദൈവ ആരാധന സ്ഥാപിച്ചെടുക്കുവാനും അത് വളരെ കൃത്യവും വ്യക്തവുമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാനുമുള്ള ഒരുപാട് ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അതിലെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെയും ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ച പോലെ പടച്ച റബ്ബിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും അവൻ്റെ കഴിവും കാരുണ്യവും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അതൊന്നും നിർവഹിക്കാൻ കഴിയാത്തവരിലേക്ക് നിങ്ങളുടെ ആരാധനകൾ കടന്നു ചെന്നുകൂടാ, ഇതെല്ലാം നിർവഹിക്കാൻ കഴിയുന്ന, എന്നുമൊന്നും ജീവിച്ചിരിക്കുന്ന, ഒരു മയക്കമോ ഉറക്കമോ പോലും ബാധിക്കാത്ത, സദാസമയം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അടിസ്ഥാന വിഷയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ ഖുർആൻ അഭിസംബോധന ചെയ്ത യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പം മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമായിരിക്കും, അല്ലാതെ അങ്ങനെ പറയില്ല. എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഖുർആൻ അയ്യുഹന്നാസ് എന്ന് പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്ക് മാത്രം മനസ്സിലാകുന്നുണ്ടാവും, അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്ക് മാത്രം മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ എന്നേ പറയുള്ളൂ. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവർക്ക് ആ നോമ്പ് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം പകലന്തിയോളം പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പരിശീലനം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല, അതിനൊരു പിൻബലം വേണം. എന്ന പോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതും മനസ്സിലാകണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ അറിയണം, അംഗീകരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ഏതു മനുഷ്യർക്കും വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് വക്രതയില്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളാണ് അതിനുശേഷം പറയാം. അപ്പം ഇവിടെയും പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ ആരാധിക്കണം ആരെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ ആരെ എന്നതിനുള്ള ചില
കാരണങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ശേഷം പറഞ്ഞു വെച്ചത്. യാ യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ രക്ഷിതാവാണ് എന്ന് പറയാൻ പറ്റുമോ ആ ശക്തിയെ നിങ്ങൾ ആരാധിച്ചോളൂ. എന്നാൽ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ മാതാപിതാക്കൾ നമ്മുടെ രക്ഷിതാക്കളാണ്. പല സ്ഥാപനങ്ങളിലും കുട്ടികളെ ചേർക്കുമ്പോൾ അവർക്കൊരു ഒറിജിനൽ ഗാർഡിയൻ ഉണ്ടാവും, പിന്നെ ഒരു ലോക്കൽ ഗാർഡിയനൊക്കെ ഉണ്ടാവും. അതൊക്കെ രക്ഷിതാക്കളാണ്. ഒരു സമ്മേളനത്തിന് സ്വാഗത സംഘം ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് മുഖ്യ രക്ഷാധികാരി എന്നൊരു പേരിടാറുണ്ട്. അതിൻ്റെ റബ്ബുൽ ആലമീൻ എന്നാലും പറയാറില്ല അറബിയിൽ, മനസ്സിലായല്ലോ. ചീഫ് പാട്രൺ എന്നൊക്കെ ഉള്ള രൂപത്തിൽ കൊടുക്കും. ഇപ്പോൾ ഈ UAE കഫീലിന് ആളുകൾ പൊതുവെ അർബാബ് എന്നാ പറയുക. അത് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. റബ്ബിൻ്റെ ജമ്മാണ് അർബാബ്. അവനാൻ്റെ കഫീലിന് അവർ പറയുന്ന പേരാണ് അർബാബ്. അതൊരു വളരെ അബദ്ധം നിറഞ്ഞിരിക്കുന്ന ഒരു പദമാണെങ്കിൽ പോലും അവിടെ അത് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അത് അവിടുത്തെ ആളുകൾക്കേ അറിയുള്ളൂ. എന്തായിരുന്നാലും അപ്പം അതൊക്കെ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു രക്ഷാകർത്തൃത്വം എന്നതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. എന്നാൽ അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ, അവനാണ് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ ആരാധിക്കേണ്ട രക്ഷിതാവ് എന്ന് പറയുമ്പോൾ, ആ മനുഷ്യൻ സ്വയം ഒരവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെയും എത്രയോ മുമ്പ് നമ്മൾ തന്നെ മനസ്സിലാക്കിയതാണ്. പ്രസ്താവയോഗ്യം പോലുമല്ലാത്തൊരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നു മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ നമ്മളെ നോക്കുന്ന, ശ്രദ്ധിക്കുന്ന, നമുക്ക് സൃഷ്ടിപ്പ് നൽകിയ, ഇവിടെ ജനിച്ചു വീഴുമ്പോൾ മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിരിക്കുന്ന, അത് തുറന്നുകൊണ്ടിരിക്കുന്ന, അത് നിലനിർത്താൻ കഴിവുള്ള ഒരുത്തിനെ കുറിച്ച് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പറ്റുള്ളൂ. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതാണ് ആ പദത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു രക്ഷിതാവിനെ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും ആരാധ്യന്മാർ അങ്ങനെയുള്ള ഒരു രക്ഷിതാവാകാൻ യോഗ്യരാണോ? എന്നിട്ട് ഖുർആൻ തന്നെ ആ രക്ഷിതാവിന് ഉണ്ടാവേണ്ട യോഗ്യതകളാണ് പിന്നെ പറഞ്ഞത്. അതിലൊന്നാണെന്ത്? അവൻ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾ ആരാധിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരാളെയെങ്കിലും ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഗോളാകൃതിയിലുള്ള, അതോടൊപ്പം ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോളത്തെ, ഒരു ഗ്രഹത്തെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി നൽകിയിരിക്കുന്നു. അതായത് അതിൽ അത്ഭുതവും. ഇപ്പോൾ ഭൂമി ഒരു മണിക്കൂറിൽ ഏകദേശം 1,80,000 കിലോമീറ്റർ വേഗതയിലാണ് എന്നാണ് എൻ്റെ ധാരണ. സൂര്യനെ വലം വെക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഏത് മീറ്റർ ബോർഡിലും നമുക്കത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. 1,80,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സൂര്യനെ വലം വെക്കുന്നു. അതേസമയം അത് 1672 കിലോമീറ്റർ വേഗതയിൽ സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ പുറത്താണ് ഒരു ഇളക്കോ ഒരനക്കോ അറിയാതെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പം അല്ലാഹ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, അമിൻ തുമ്മൻ ഫിസ്സമൂർ, പടച്ചോൻ ഇതിനെ പിടിച്ചൊന്ന് കുലുക്കി അങ്ങനെന്ത് ചെയ്യുന്നു? ഒന്നങ്ങൾക്ക് ചെറിയൊരിളക്കം, അതിൻ്റെ സ്കെയില് പറയല എങ്ങനെ? പോയിന്റ് വെച്ചിട്ടാണ് പറയാറില്ല. 0.8, 0.7, 0.6 അത്രയും നേരിയ അളവിലുള്ള ഒരു ഇളക്കം അവൻ നൽകി. ഞങ്ങളെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്ന് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാ ചോദിക്കുന്നത്, നിങ്ങൾ നിർഭയരാണോ? അപ്പോൾ ആ നിർഭയത്വം ഈ ഭൂമിയിൽ നമുക്ക് നൽകി ഇത്രയും ശക്തമായി, ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അതോടൊപ്പം ഒട്ടനേകം ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോളത്തെ, ഒരു ഗ്രഹത്തെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നവൻ. അത് ആരെങ്കിലും കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ അല്ലാഹ് ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹം അതാ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ എന്ന് പറഞ്ഞത് വലിയൊരു അനുഗ്രഹം. നമ്മളതിന് ഫിറാഷ് എന്ന് പറയുമ്പോൾ പരവതാനിന്നോ അല്ലെങ്കിൽ മെത്താന്നോ വിരിപ്പെന്നൊക്കെ അതിന് അർത്ഥം പറയാം. അതൊക്കെ അതിൻ്റെ ബാഹ്യമായ അർത്ഥതലങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ജീവയോഗ്യമാക്കി തന്നു ഖുർആൻ. ഒന്നുകൂടി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭൂമി ഉരുണ്ടതാണോ അല്ലേ എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഖുർആൻ വെച്ച് ഭൂമിനെ ഉരുട്ടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലല്ലേ? അത് വെറുതെ ആവശ്യമില്ല. കാരണം ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആൻ പറയാത്തത് കൊണ്ട് ഖുർആൻ്റെ അപകടം വരാൻ പോകുന്നില്ല. കാരണം ഭൂമി പരന്നതാണെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ.
ഭൂമിയുടെ ആകൃതി എന്താണ് എന്ന് ഖുർആൻ പറഞ്ഞില്ല. പക്ഷെ ആകൃതി കണ്ടെത്താനുള്ള മാർഗം ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആകൃതി കണ്ടെത്താനുള്ള മാർഗം, അതിനാണ് വഇലൽ അർളി കൈഫ സുത്തിഹത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടത് നിങ്ങൾ കണ്ടോന്ന്. സാധാരണ പരന്നു കിടക്കുന്ന ഒരു അഥവാ ഗോളാകൃതിയിലല്ലാത്ത ഒരവസ്ഥയാണ് ഭൂമിക്കുള്ളത് എങ്കിൽ ഈ ചോദ്യം ഖുർആൻ ചോദിക്കൂല. അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. സ്വതവേ പരന്നു കിടക്കുന്ന അതിന്റെ പരപ്പ് എങ്ങനെ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ പരപ്പിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോഴാ ഇതിന്റെ അത്ഭുതവും ഇതിന്റെ പ്രത്യേകതയും മനസ്സിലാവുക. ആ പരപ്പ് അന്വേഷണങ്ങൾ നടന്നു നോക്കൂ. ഭൂമിയുടെ പരപ്പും അതിന്റെ വ്യാപ്തിയും അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് സഞ്ചരിക്കും ഭൂമിയിലൂടെ. അതിനാണല്ലോ പറഞ്ഞത്. അങ്ങനെ സഞ്ചരിച്ചാൽ നിങ്ങൾ എവിടെ തുടങ്ങിയത് അവിടെ തിരിച്ചെത്തും. അപ്പോ എവിടെ നിന്ന് നോക്കിയാലും ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു ക്ഷേത്ര ഗണിത രൂപം, അത് ഗോളാകൃതിയാണ്. അതുകൊണ്ട് ആ ഖുർആൻ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളി. മനുഷ്യന് ബുദ്ധി ഒന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടെത്തിക്കൊള്ളി. ഭൂമി ഉരുണ്ടതാണോ അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്നല്ലാതെ ഖുർആൻ നേരിട്ട് ഇത് ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് പറയുന്നില്ല. പിന്നെ ഈ പരപ്പെന്താ? അത് അതിന്റെ അത്ഭുതം. ഇത്ര ഗോളാകൃതിയിലുള്ള ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന പരപ്പാണ്. ആ പരപ്പ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. നമുക്ക് പലരും സംവിധാനം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ വാട്ടർ ലെവലല്ല നമ്മൾ പിടിക്കുക. ഒരു കല്ല് വെക്കണമെങ്കിൽ ആ വാട്ടർ ലെവൽ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ഇത്രയും ഉരുണ്ട് കിടക്കുന്ന ഒരു ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകുന്ന ഒരു പരപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ പരപ്പാണ് നമ്മൾ പിടിക്കുന്ന വാട്ടർ ലെവല്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, ഖുർആൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൂമിനെ ഉരുട്ടണ്ട, നമ്മൾ പരത്തേം വേണ്ട. അതിന്റെ പേരിൽ ആരൊക്കെ നമ്മളെ വിമർശിച്ചാലും പ്രതികരിക്കാനൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. പറഞ്ഞത് അപ്പൊ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. പിന്നെ പറഞ്ഞു വസ്സമാഅ ബിനാ. ആകാശം ഒരു മേൽക്കൂരയാണ്, ഒരു മേൽപ്പുരയാണ്. ഖുർആൻ വേറെ സ്ഥലത്ത് ഉപയോഗിച്ച് സഖ്ഫുൻ മഹ്ഫൂദ്, നല്ല സുരക്ഷിതമായിരിക്കുന്ന മേൽക്കൂരാണ്. അപ്പൊ സുരക്ഷിതമായ മേൽക്കൂര എന്നാണ് ഇതുപോലെ മഴയും വെയിലും കൊള്ളാത്തതിന് യാതൊരു അർത്ഥമില്ല. അതിനെയും അപ്പുറത്ത് നിന്ന് ഇതിനൊക്കെ ഇപ്പോ മഴയും വെയിലിനെയും ഒക്കെ താൽക്കാലികമായി തടുത്തു നിർത്താൻ മനുഷ്യന് സ്വന്തമായി റൂഫ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ മനുഷ്യന് സ്വന്തമായി റൂഫ് ഉണ്ടാക്കി തടുക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവയെ തടുക്കാൻ അവനുണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉപരിലോകം. ആ ഉപരിലോകത്തെയും സംവിധാനിച്ചു അവൻ. അപ്പോൾ നമ്മോട് ചോദിക്കുക, നിങ്ങൾ ആരാധിക്കുന്ന ആരെങ്കിലും അതിന് പിന്നിലുണ്ടോ? നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ? ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വാസയോഗ്യമാക്കി തന്നതിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഉപരിലോകത്തെ മേൽക്കൂരയാക്കി നൽകിയതിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ? പിന്നെ മൂന്നാമത് പറഞ്ഞ സംഗതിയാണെന്ത്? വഅൻസല മിനസ് സമാഇ മാഅ. നമ്മളെ ഈ വിഷയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ്. ആ ഉപരിലോകത്ത് നിങ്ങൾക്ക് അവൻ മഴ വർഷിപ്പിച്ചു തന്നു, വെള്ളമിറക്കി തന്നു. അതിന്റെ പിന്നിലും ആരെങ്കിലും ഉണ്ടോ? മഴ വർഷിക്കുന്നത് എങ്ങനെയാണ് എന്നിടത്തേക്ക് ശാസ്ത്രത്തിനെത്താൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടിരുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ട്. എന്നിട്ടും ആ പറഞ്ഞു വെച്ചത് 100% ശരിയാണെന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ല. ആ ഉറപ്പില്ല നമുക്ക് ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ശരി. അപ്പോ അങ്ങനെ മഴ വർഷിപ്പിക്കുന്നതിൽ ഈ പറഞ്ഞ ആർക്കെങ്കിലും വല്ല ബന്ധമുണ്ടോ? വല്ല പങ്കും വഹിക്കാനുണ്ടോ? ആ മഴയിലൂടെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സകല ഫലവർഗങ്ങളും, അഥവാ ഭൂമിയുടെ ഉൽപ്പന്നങ്ങൾ, അതിനാണ് ഖുർആന്റെ സമ്രാത്മം ഉപയോഗിച്ചത്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകുന്നു. അതിലും ഈ പറയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? അതതിന് ബാക്കി ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഈ പറഞ്ഞ ഒരു കാര്യത്തിലും പടച്ച റബ്ബിന് ഒരു പങ്കുകാരനുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും ഇത് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഈ കാര്യം അള്ളാഹു പറയുമ്പോ ഉറപ്പായി അതിലൊന്നും പങ്കുകാരില്ലാത്ത അള്ളാഹുവിന് ആരാധനയുടെ വിഷയത്തിൽ മാത്രം നിങ്ങളായിട്ട് ഒരു പങ്കുകാരനെ ചേർത്ത് വെക്കരുത്. അത് മഹാ അപരാധമാണ്. അതായത് തൊട്ടടുത്ത ആയത്തെന്തറിയോ? ഈ ഖുർആനിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ചിട്ട് സമാനമായൊരു അധ്യായങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഭയങ്കര വല്ലാത്ത പ്രയോഗം ഖുർആൻ നടത്തിയത്. ഇവിടെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരുടെ മുഴുവൻ നിസ്സഹായതയും ബോധ്യപ്പെടുത്തിയിട്ട് യഥാർത്ഥ ആരാധ്യന്റെ കഴിവും കാരുണ്യവും അറിയിച്ചിട്ട് അവൻ നൽകിയിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയം എന്താണെന്നറിയോ?
എന്ത് സംശയം അവിടെ പറഞ്ഞത്? ഇത് മുഹമ്മദ് എന്ന ഒരു മനുഷ്യന്റെ കൈകൊണ്ട് ഇങ്ങനെ എഴുതിണ്ടാക്കിയ മുതലാണ് എന്ന വല്ല ധാരണയും വല്ല ധാരണ പിശകുകളും ഉണ്ടെങ്കിൽ ആ മുഹമ്മദിനേക്കാൾ കഴിവുള്ള, സാഹിത്യപരമായി കവിതാപരമായി മറ്റനേകം കാര്യങ്ങളിൽ കഴിവുള്ള ധാരാളം ആളുണ്ടല്ലോ, എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു അധ്യായം ഒന്ന് പടച്ചുണ്ടാക്ക് സമാനമായത്. ഖുർആൻ പ്രവേശനം തരോ? നിങ്ങൾക്കതിന് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇനി കഴിയുകയുമില്ല എന്നാണ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, അങ്ങനെ പ്രവേശിച്ചത്. ഇപ്പൊ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി കഴിയുന്ന പ്രതീക്ഷ ഉണ്ടോ? അതുമില്ല. അങ്ങനെയുള്ള ആ വേദഗ്രന്ഥത്തിലൂടെയാണ് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വെറുതെ പറഞ്ഞു പോകാതെ അതിന്റെ കാരണങ്ങൾ ഏതു മനുഷ്യനും മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് ഖുർആൻ സംസാരിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്ക് മനസ്സിലാവും യേശുക്രിസ്തു ഈ പണിയൊന്നും എടുത്തിട്ടില്ല. കാരണം ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ടായ ശേഷമാണ് യേശുക്രിസ്തു ഉണ്ടായത്. യേശുക്രിസ്തുവിന് മുമ്പ് ഒരുപാട് മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന് മുമ്പേ ഭൂമി ഇവിടെ ഉണ്ട്, മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ പഴങ്ങളും ഫലങ്ങളൊക്കെ മുളച്ചു വരുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, ആകാശം ഒരു മേൽക്കൂരയായി നിലനിൽക്കുന്നുണ്ട്. ഇതിലൊന്നും യേശുക്രിസ്തുവിന് ഒരു പങ്കുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്, അതല്ല അള്ളാഹുവിനെയാണോ? ഇനിയിപ്പോൾ മുസ്ലിങ്ങളാണ് നമ്മൾ കുറച്ചുകൂടി ഉഷാറാണല്ലോ, അതുകൊണ്ട് മുഹമ്മദ് നബിനെ ആവാം. മുഹമ്മദ് നബി കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്, പിന്നെയും ഒരു 2000 കൊല്ലപ്പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള മുഹമ്മദ് നബിക്ക് ഇതിൽ വല്ല വകുപ്പുണ്ടോ? അദ്ദേഹം വരുമ്പോൾ ഞാൻ പറഞ്ഞ അവസ്ഥ, ഭൂമി ഇവിടെ ഉണ്ട്, ആകാശമുണ്ട്, മഴയുണ്ട്, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാമുണ്ട്, മനുഷ്യരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പങ്കില്ല. ഇനി പിന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുനിമാരും മഹർഷിമാരൊക്കെ ഉണ്ട്. അവരിൽ ആർക്കെങ്കിലും ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു ഇടപാടുണ്ടോ? ഒന്നുമില്ല. അവരൊക്കെ വരുന്ന മുമ്പ് ഈ സംഗതിയൊക്കെ റെഡിയാ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഒരു പുതിയ സൃഷ്ടി, ഒന്നുകൂടി പറഞ്ഞാൽ ഭൂമിയെ പാകപ്പെടുത്തി റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടെന്നാണ് മനുഷ്യൻ വരുമ്പോൾ എല്ലാം കൂടെ റെഡിയാ. ആ തയ്യാറായി നിൽക്കുന്നതിന്റെ പിന്നിൽ മനുഷ്യനിൽപ്പെട്ട ഒരാളുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ഒരു മനുഷ്യനെ നിങ്ങൾ ആരാധിക്കാനുള്ള ന്യായം എന്താണ്, ചാൻസ് എന്താണ് എന്നാ ഖുർആൻ ചോദിച്ചത്. അപ്പോൾ അതിരുകളില്ലാത്ത അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ അതിരുകളില്ലാത്ത അനുഗ്രഹങ്ങളുടെ ദാതാവിനെ തന്നെയാണ് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നാണ് ഖുർആന്റെ പൊരുൾ. അവിടേക്കാണ് നമ്മൾ ഈ വിഷയത്തിലെ ആദ്യത്തെ 2 ആയത്തുകൾ ഉപയോഗപ്പെടുത്തിയത്. ഇനി അതേ സൂറത്ത് എന്നുള്ള മറ്റൊരായത്ത്, സൂറത്തുൽ ബഖറ തന്നെയാണ്, 2ാമത്തെ സൂറത്ത് 164ാമത്തെ ആയത്ത്. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അല്ലാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച വളരെ വിപുലമായ വ്യാപകമായ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള ആയത്താണത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ഇന്നറിയാലോ തീർച്ചയായും, ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ഉപരിലോകങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ഉണ്ട്.
ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് ആകാശങ്ങൾ എന്ന പ്രയോഗം ഖുർആൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. മനുഷ്യരെഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നും അത് കാണില്ല. കാരണം മനുഷ്യന് ആകാശങ്ങൾ എന്ന കൺസെപ്റ്റിലേക്ക് എത്തപ്പോഴും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റിയിട്ടില്ല. ഈ കാണുന്നത് തന്നെ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തുണ്ടോ ഉണ്ടോന്ന് ചില സംശയങ്ങൾ ഇപ്പം ഉണ്ട്. ഇതിനപ്പുറത്ത് ചില ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഒരു ചെറിയ ചെറിയ ധാരണകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ 7 ആകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം അത് മറ്റൊരു ഭാഗമാണ്. ഇനിയും പഠിച്ചെടുക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിരിക്കുന്ന ഖുർആനിക സത്യങ്ങളിലേക്കുള്ള ചില വഴികൾ. അപ്പൊ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇഖ്തിലാഫ്, ഇഖ്തലഫ, യഖ്തലിഫു, ഇഖ്തിലാഫ്. ഇഖ്തലഫ എന്ന നേരെ അർത്ഥം ഭിന്നിച്ചു എന്നാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാണ് അതിന്റെ നേരർത്ഥം. എന്നാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമല്ല, ഒന്നിന് മാറിക്കൊടുക്കണം. ഖൽഫ്, ഖൽഫ് എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാ. അതിന് വന്നൊരു പദമാണെന്ത്? ഖലീഫ, പിന്മുറക്കാരായി പിന്തുടർച്ചക്കാരായി വരുന്നവൻ, ഖലീഫ. ഖൽഫ്, ഖലീഫ, മനസ്സിലായല്ലോ. പിന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും. അള്ളാഹുവിനെ ശരിയാവിധം വിശ്വസിക്കുകയും സൽക്കർമ്മികളായി ജീവിക്കുകയും ചെയ്യുമെങ്കിൽ അവൻ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും. ഇസ്തഖ്ലഫ, പ്രാതിനിധ്യം നൽകി. ഖലീഫ എന്നാൽ ആ അർത്ഥത്തിൽ പ്രതിനിധി എന്ന് പറയാം. പ്രതിനിധി എന്നതുകൊണ്ടും ഖുർആൻ ഉപയോഗിച്ചത് പ്രതിനിധികളായി പ്രാതിനിധ്യം നിർവഹിച്ച് പിൻഗാമികളായി ഇങ്ങനെ തുടർന്നു വരുന്നൊരു ടീം എന്നുള്ളതാണ്. ഭൂമിയിൽ അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോകുന്നു. ഇപ്പോ അബൂ സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾ ഖലീഫത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയാണ്. നബി നിർവഹിച്ചിരുന്ന ഡ്യൂട്ടി അവർ പിന്നെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഖലീഫ എന്ന് പറയാം. അപ്പൊ ഈ പദമൊക്കെ വന്ന ഇതിൽ നിന്നാണ്, ഇഖ്തിലാഫ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഇനി പറഞ്ഞത് ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവ്. അതാ പറഞ്ഞത്, ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു, ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു. ലൈല് രാത്രി, നഹാറ് പകല്, ഓപ്പോസിറ്റാണ്. ഈ 2 മാറ്റങ്ങളിലും ഉണ്ട്. എന്താ മാറ്റം? പല സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ച് തൂലിജുൽ ലൈല ഫിൻ നഹാർ വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. സ്വിച്ച് ഓഫാക്കി ഓണാക്കുന്നത് പോലെയല്ല രാവും പകലും ഉണ്ടാകുന്നത് എന്നർത്ഥം. ശരിയല്ലേ? നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് പെട്ടെന്നൊരു ബൾബ് ഓൺ ചെയ്താൽ മൊത്തം പ്രകാശമായി 1 സെക്കൻഡ് കൊണ്ട്. അതേ ബൾബ് ഒന്ന് ഓഫ് ചെയ്താൽ ഉടനെ തന്നെ മൊത്തം ഇരുട്ടുമായി 1 സെക്കൻഡ് കൊണ്ട്. എന്നാൽ പകല് മാറി രാവ് വരുന്നതോ രാവ് മാറി പകല് വരുന്നതോ ഇങ്ങനെ ഒരു ഓൺ ഓഫ് പരിപാടിയിലല്ല. അതാ തൂലിജുൽ ലൈൽ എന്ന് പറഞ്ഞത്. ഒന്നിൽ നിന്ന് ഒന്നിനെ ഊരിയെടുക്കുക, അല്ലെങ്കിൽ ഒന്നിലേക്ക് ഒന്നിനെ ചേർക്കുക, മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി. ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രകാശത്തിന്റെ ഓരോ കളറുകളെ ഇങ്ങനെ പിൻവലിച്ച് അവസാനം മൊത്തം പിൻവലിക്കുക. അങ്ങനെ ഇരുട്ട് വരുന്നത്. അതുപോലെ പ്രകാശത്തിലെ ഓരോ കളറുകളെ നൽകി പുലർച്ചെ രാവിലെ അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെയാണ് പടച്ചവൻ ചെയ്യുന്നൊരു പണി. അതുകൊണ്ടാണ് ഖുർആൻ ആ പ്രയോഗം ഉപയോഗിച്ചത്. ഓരോന്നിങ്ങനെ കൊടുക്കുക, ഓരോന്നിങ്ങനെ വലിക്കുക. ശരി, അപ്പൊ പറഞ്ഞെന്താ, ഇങ്ങനെ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും മാറി മാറി വരുന്നതിൽ അതിലുമുണ്ട്. എന്താ നോക്കാം. വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിൽ യാത്ര ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കയ്യോപ്പോ. ചെയ്യാത്തവരാ കൂടുതൽ. ഈ കടപ്പുറത്ത് ജീവിക്കുന്ന നമ്മള് ഇതുവരെ കപ്പൽ കയറിയില്ല, മഹാമോശല്ലേ? ചാടണ്ട. കപ്പൽ ഇവിടെ അടുത്ത് തന്നെ കിട്ടുമല്ലോ. ബേപ്പൂര് കപ്പൽ കിട്ടും, കൊച്ചിയിൽ കിട്ടും, എവിടെല്ലാം പോകുന്നുണ്ട്. നമ്മൾ ഇടക്കൊന്ന് കയറിയൊക്കെ കൂടെ നല്ലതാ. ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല പുതുമയുള്ള നല്ലൊരു അനുഭവമായിരിക്കും അത്. അതിന് സംശയമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ട് നീണ്ടുനിൽക്കുന്നൊരു യാത്ര കപ്പൽ ചെയ്തുകൊണ്ടു. ബോട്ട് എന്നല്ല, കപ്പലിന്റെ കുട്ടികളാണതൊക്കെ.
തികയാതെ പറ്റുമെന്ന് പറയുവാണെങ്കിൽ അങ്ങനെയെങ്കിൽ കയറിയിട്ടുണ്ടല്ലേ. അതാവുമ്പോൾ കുറച്ചുകൂടി തുറന്ന അനുഭവം കിട്ടും, മറ്റേത് അടച്ച അനുഭവമായിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. അതൊക്കെ ഒരു അനുഭവിക്കുന്നത് നല്ലതാണ് കപ്പലിൽ. അപ്പൊ എന്താ പറഞ്ഞത്? വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ ജറാ യജ്രി. ജറാ യജ്രി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നു. ജറാ യജ്രി എന്നതിന്റെ പദം തജ്രി. കപ്പലായതുകൊണ്ടാണ് തജ്രി എന്ന് ഉപയോഗിച്ചത്. സഫീനത്ത് എന്നാണ് സാധാരണ കപ്പലിന് പറയാറുള്ളത്. സഫീനത്ത് എന്റെ പര്യാപദമാണ് ഫുൽക്ക്. ഫലക്ക് ഇതാണ്. പിന്നെ എന്താ പറയാ, ചക്രവാളം, ഗോളം എന്നൊക്കെ പറയാം. പിന്നെ ശരീരം എന്താണ്? ഖുൽ റബ്ബിൽ ഫലക്ക്, അത് പറയാം. അത് ഖാഫാണ്, കേഫല്ല, അത് കേഫാണ്. ശരി. അപ്പോ തജ്രി ജറാ യജ്രി ഫിൽ ബഹരി. ബഹർ കടല്. ബഹർ നമ്മൾ പഠിച്ചിട്ടില്ലേ? മറജൽ ബഹറൈനി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. ശരി. അപ്പൊ വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ഉണ്ട്. എന്താണല്ലോ നോക്കാം. എങ്ങനെ സഞ്ചരിക്കുന്നു? ബിമാ യൻഫഉൻ നാസ, ജനങ്ങൾക്ക് ഉപകാരമുള്ളതുമായിട്ട്. നഫഅ യൻഫഉ ആണ്, ഉപകരിച്ചു. നഫഅ യൻഫഉ, നഫഅ യൻഫഉ. ബിമാ യൻഫഉ, മാ യൻഫഉ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത്. ബിമാ യൻഫഉ, ഉപകാരമുള്ളതുമായി, ഉപകാരമുള്ളതും കൊണ്ട്. അന്നാസ, ജനങ്ങൾക്ക്, ജനങ്ങളെ ഉപകരിക്കുന്നത് അഥവാ ജനങ്ങൾക്ക് ഉപകാരമുള്ളതുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ഉണ്ട്. പിന്നെ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. വമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കുന്നതിലും ഒക്കെ പഠിച്ച പദങ്ങളാണ്. അല്ലാഹു ഇറക്കിയതിലും, ആകാശത്ത് നിന്ന് ഇറക്കിയതിലും. മിൻ മാഇൻ, വെള്ളം. അവൻ ഉപരിലോകത്ത് നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലുമുണ്ട്. എന്താ വെള്ളത്തിന്റെ പ്രത്യേകത? ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ. ഫഅഹ്യാ, അഹ്യ പഠിച്ച പദമാണ്. അഹ്യാ യുഹ്യി, ജീവിപ്പിച്ചു. ഫഅഹ്യാ ബിഹി, എന്നിട്ട് അതുകൊണ്ട് ജീവിപ്പിച്ചു. അൽ അർള, ഭൂമിയെ. എപ്പോ? ബഅദ മൗതിഹ, അതിന്റെ മരണശേഷം. ഉദ്ദേശം നിർജീവാവസ്ഥ, മൗത്ത്, നിർജീവാവസ്ഥ. നല്ല വേനൽ വന്നാൽ, നല്ല ചൂടായാൽ ഭൂമിയിലുള്ള ഏതാണ്ട് പ്രത്യേകിച്ച് പുല്ലും ഈ അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിപ്പോകും. ചില സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഉണക്കം വരുമ്പോൾ തീയിട്ട് കൊടുക്കും, കരിച്ചു കളഞ്ഞു, ഒരു മുതലോടെ ബാക്കിയില്ല. പ്രത്യക്ഷത്തിൽ ഒരു സാധനം ബാക്കിയില്ല, മൊട്ട കുന്നായിപ്പോ. എന്നാൽ അവിടേക്ക് മഴ എത്തിയാലോ? ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, ഭൂമിയെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അഥവാ അതിന്റെ മരണത്തിന് ശേഷം അവൻ എന്നിട്ട് അതുവഴി അതിനെ ജീവിപ്പിക്കുന്നു. വെള്ളം കിട്ടിയാൽ നമ്മളൊന്നും ഒരു ഉത്തും കൊടുക്കണ്ട, അത് മുളച്ചു വരുന്നതാണ്. അതാണ് ഭൂമിയുടെ പ്രത്യേകത. ശരി. ബസ്സ ഫീഹ, ബസ്സ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിച്ചു. ബസ്സ യബുസു, വ്യാപിപ്പിച്ചു. മിൻ കുല്ലി ദാബത്തിൻ, ദാബത്ത് എന്ന് പറഞ്ഞാൽ ജീവികൾ എന്നർത്ഥം, ജന്തുവർഗം എന്ന് പറയാം. എല്ലാ ജീവികൾക്കും കൂടി മൊത്തത്തിൽ പറയുന്ന പേരാണ് ദാബത്ത്. അതിൽ ബാക്ടീരിയ മുതൽ മേലോട്ടുള്ള എല്ലാം പെടും. ദാബത്ത്, ദവാബ് ജമ്മ്. മിൻ കുല്ലി ദാബത്തി മിൻ കുല്ലി ദാബത്തി. അങ്ങനെ ഭൂമിയിൽ എല്ലാവിധ ജന്തുവർഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും അവൻ വ്യാപിപ്പിച്ചു. മിൻ കുല്ലി ദാബത്തി, എല്ലാ ജീവികളിൽ നിന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഐറ്റവും ഉണ്ടെന്ന് പറയാനാ. ചിലതങ്ങനെയാണ്, എല്ലാ ഐറ്റം പറയാനാണ് അത് ഉപയോഗിച്ചത്. അല്ലാതെ കുറച്ചുകൂടെ വെച്ചിട്ട് ബാക്കി ഇറക്കി എന്നുള്ളതല്ല, മഴയെക്കുറിച്ച് പറഞ്ഞ പോലല്ല. പിന്നെ കൊടുത്തിട്ടല്ലേ? സറഫ യുസരിഫു, തസ്രീഫ്. ഈ നമ്മൾ തസ്രീഫ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സറഫ യുസരിഫ് എന്നാൽ ഇങ്ങനെ വിഭജിച്ചു കൊടുത്തു, ഗതി നിർണയിച്ചു കൊടുത്തു. ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ഫഅല യഫ്അലു എന്ന് പറഞ്ഞ പദം, അല്ലെങ്കിൽ ഫഅല ഫഅല ഫഅലു എന്ന് പറഞ്ഞത് അത് പദങ്ങളുടെ വിന്യാസമാണ്. അതിന് തസ്രീഫ് എന്ന് പറയാം, സർഫ് ചെയ്യാന്ന് പറയും. ഇത് നമ്മൾ ചെയ്യുകയാണ്,
ഒരാൾ ചെയ്യാണ്, വിന്യസിപ്പിക്കുക. അപ്പോ തസ്രീഫിർ റിയാഹി കാറ്റുകളെ വിന്യസിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഗതി നിർണയിക്കുന്നതിൽ, കാറ്റുകളുടെ ഗതി നിർണയങ്ങളിൽ, ഗതിക്രമത്തിൽ അങ്ങനെ ഉപയോഗിക്കാം. റിയാഹ്, റീഹ് എന്ന കാറ്റ്, അതിന്റെ ജമ്മാണ് റിയാഹ്. ഇവിടെ തസ്രീഫ് റിയാഹ് കാറ്റുകളുടെ ഗതിക്രമത്തിൽ, അതിലും എന്തോ ഉണ്ട്. സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർളി, സഹാബ് മേഘങ്ങൾ. സഹാബിൽ മുസഖർ, സഹാബ് എന്ന് പറഞ്ഞാൽ മേഘം, മുസഖർ എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തപ്പെട്ടത്, കീഴ്പ്പെടുത്തപ്പെട്ടത്. മുസഖർ, സഖറ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതൊരു ആയത്തില്. സുബ്ഹാനല്ലദീ സഖറ ലനാ എന്നുള്ള പദം അല്ലെ, അത് വന്ന പദമാണ് സഖറ യുസഖിറു. മുസഖിർ, മുസഖിർ എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തുന്നവൻ, മുസഖർ അധീനപ്പെടുത്തപ്പെട്ടത്. ഇവിടെ മുസഖർ ഉപയോഗിച്ചത്. വസ്സഹാബിൽ മുസഖരി അധീനപ്പെടുത്തപ്പെട്ട മേഘം അല്ലെങ്കിൽ വിധേയമാക്കി നൽകപ്പെട്ടിരിക്കുന്ന മേഘം, വിധേയമാക്കി നൽകിയിരിക്കുന്നു. എവിടെയാ? ബൈനസ്സമാഇ വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും. ഇതേ സഖറക്ക് തന്നെയാണെന്ത് നിയന്ത്രിക്കുക എന്ന അർത്ഥവുമുള്ളത്. സഖറ. അപ്പോ നമ്മൾ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് അധീനപ്പെടുത്തി തന്നതാണ്. എന്നാൽ മേഘങ്ങൾ ആകാശത്തിനും ഭൂമിക്കിടയിൽ നിൽക്കുക എന്നാൽ അള്ളാഹു അതിനെ നിയന്ത്രിച്ചു നിർത്തുകയാണ്. അപ്പൊ രണ്ടർത്ഥം വരുന്ന അർത്ഥം. അപ്പോ സഹാബിൽ മുസഖരി ബൈനസ്സമാഇ വൽ അർളി, ആകാശങ്ങൾക്കും ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതിലും ഉണ്ട്. എന്താണുള്ളത് നോക്കാം. ല ആയാത്തിൻ, ആയത്ത് അറിയാലോ, ദൃഷ്ടാന്തം. ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ല ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ തന്നെ ഉണ്ട്. ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒട്ടനേകം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ ആർക്കാ മനസ്സിലാവുക? ലിഖൗമി യഅഖിലൂൻ, എല്ലാവർക്കും മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലാവില്ല. അഖല യഅഖിലു, ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അഖല യഅഖിലു, അഖല്. ഈ അഖല് ഞാൻ മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുന്നുണ്ട് അല്ലേ? ഇസ്ലാമിന്റെ ഒരു പേപ്പർ വെയിറ്റ് ആണ് അഖല്. അത് എടുത്തു പോയാൽ ഇസ്ലാം പാറിപ്പോവും. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഇസ്ലാമായിട്ട് പാറിപ്പോവും. അതിനെ ആ തലത്തിൽ തന്നെ മനസ്സിലാക്കണ്ടേ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അറബികൾ ഉപയോഗിക്കുന്ന വട്ടിനെന്താ പേര്? ഇഖാൽ. നമ്മൾ അത് തെറ്റിച്ചിട്ട് അകാൽ എന്ന് പറയും. നമ്മളെല്ലാം അവിടുത്തെയും പിന്നെ കൊളോക്കിയൽ ലാംഗ്വേജിൽ അകാൽ തന്നെയാണ് പറയാ. പക്ഷെ അകാലല്ല, ഇഖാലാണ് പദം. ഇഖാൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പാറിപ്പോകാതിരിക്കാൻ വെക്കുന്ന വെയിറ്റ്, ഈ തലയിൽ തട്ടം പാറിപ്പോകാതിരിക്കാൻ വെക്കുന്ന വെയിറ്റ്, അതാണ് വട്ട്. നല്ല വെയിറ്റ് ഉണ്ടാവും, അവിടെ തലക്കൊന്ന് കിട്ടിയാൽ നല്ല വേദന ഉണ്ടാവും. അപ്പോ അതിന്റെ സംഭവം എന്താ? ആ പദം ഉണ്ടായത് അക്കൽ എന്നാണ്. അപ്പൊ അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത, ആലോചന എന്ന് മാത്രമല്ല, അത് മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി വെക്കുന്ന വെയിറ്റ്. ഇസ്ലാം എന്ന ഒരു ജീവിത ദർശനം നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ വെക്കേണ്ട വെയിറ്റ് ആണെന്ത്? അക്കല്. കാരണം അക്കലുള്ളവന് മാത്രമേ ഇസ്ലാം ബാധകവുള്ളൂ. അക്കലില്ലാത്തവന് ബാധകല്ല. ഭ്രാന്തന് ഇസ്ലാം ബാധകല്ല. ഓന് ദുനിയാവിലും സ്വർഗം, പരലോകത്തിനും സ്വർഗം. എന്നാൽ അങ്ങനെ ആവാൻ നമ്മളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുമില്ല. കാരണം ഓന്റെ ദുനിയാവിലെ സ്വർഗം നമ്മുടെ കാഴ്ചയിൽ നരകമാണ് അല്ലേ? ഓന്റെ ദുനിയാവിലെ സ്വർഗം നമ്മുടെ കാഴ്ചയിൽ നരകമാണ്. അതുകൊണ്ടാണ് നമ്മളത് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ അവൻ സുന്ദരമായ സുഖകരമായിരിക്കുന്ന സ്വർഗത്തിലാണ്. മനസ്സാണല്ലോ എന്തും ആസ്വദിക്കുന്നത്. ശരിക്ക് അവന്റെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല, ഒരു ബേജാറും ഇല്ല, ഒരു വെപ്രാളും ഇല്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. ഭൂമി മൊത്തം നിന്ന് കുലുങ്ങിയാലും ഓണം നിന്ന് കുലുങ്ങും. അപ്പോ അതൊന്നുമില്ലാത്ത പറഞ്ഞാൽ അക്കലുള്ളവർക്ക് മാത്രമേ ഇസ്ലാം ബാധകാവുന്നുള്ളൂ. അക്കലില്ലാത്തവർക്ക് ഇസ്ലാം ബാധകാവുന്നില്ല. ഖൗമ് എന്ന് പറഞ്ഞ ജനത, അയ്യുഹന്നാസാണ് ഖൗമ്. മനസ്സിലായല്ലോ? ജനങ്ങള്, വർഗം. അപ്പൊ
അപ്പോ ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെയുണ്ട്. ഒന്ന് ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, മറ്റൊന്ന് ഭൂമിയുടെ സൃഷ്ടിപ്പ്. ഞാൻ പറയണ്ടല്ലോ, നമുക്ക് തന്നെ നന്നായി ഒരുപാട് നേരം ഒരുപാട് കാലം ആലോചിക്കാൻ മാത്രം അത് മാത്രമുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു തക്കാളി, പഴുത്തൊരു തക്കാളി കയ്യിലിങ്ങനെ വെച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഒരു പാത്രത്തിൽ വെക്കാം, മരത്തുമ്മലും കുറച്ച് ദിവസമൊക്കെ നിൽക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാ തക്കാളിക്ക് ഒരു കയറിട്ടിട്ട് ഇങ്ങനെ കറക്കിയാലോ, 2 കറക്കിയാൽ പിന്നെ തക്കാളി ഇല്ല, കമ്പിയിട്ട് പൊട്ടി തകർന്ന് തെറിച്ചു പോയി അല്ലേ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എന്താ കാരണം? നല്ല പഴുത്തിട്ടുണ്ട്. ആ പഴുത്ത തക്കാളിക്ക് അകത്തുള്ളതിനെ ഒരു ചലനാത്മകമായിരിക്കുന്ന അവസ്ഥയെ സംരക്ഷിക്കുവാനുള്ള ശക്തി അതിന്റെ പുറന്തോടിനില്ല. വെറുതെ അങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടെ മെല്ലാടെ നിന്നോളൂ. എന്നങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ ഭൂമിയുടെ പുറന്തോടിന് എത്ര കനമുള്ളത്? ഇതൊരു തക്കാളി തന്നെയാണ്, പഴുത്തുക്കണ തക്കാളിയാ. ഇതിനകം മൊത്തം പഴുത്തുക്ക, ചുട്ടു പഴുത്ത് ലാവകളൊക്കെ തന്നെ ഒഴുകാൻ ഒരു ചെറിയ അവസരം കിട്ടി അപ്പം പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെയുള്ള ഈ തക്കാളിയുടെ പുറന്തോടിന് ആകെ 22 കിലോമീറ്റർ പിന്നെ മാക്സിമം കനമുള്ളൂ. ഭൂമിയുടെ പുറന്തോടിന് 22 കിലോമീറ്റർ മാക്സിമം കനമുള്ളത്. ഭൂമിയുടെ മൊത്തം വ്യാസം പരിശോധിക്കുമ്പോൾ അതിന്റെ 1% പോലും ഇല്ല. അങ്ങനെയുള്ള ഈ ഭൂമിയെ നമ്മൾ മരത്തുമ്പോൾ കൊളുത്തി വെച്ചല്ല, ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തു വെച്ചല്ല, ആരോ കൈ പിടിച്ച് നിൽക്കല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1672 കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങുന്നു. 1,80,000 കിലോമീറ്റർ വേഗതയിൽ അതേ സമയത്ത് അത് സൂര്യനെ ബലം വെക്കുന്നു. അങ്ങനെയുള്ള ഈ ഭൂമി അതിന്റെ അകത്തുള്ളൊന്നും പുറത്തേക്ക് വരാതെ അത് നമുക്ക് സുരക്ഷിതമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താ? ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങൾ കിട്ടാനുണ്ടെന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, ഭൂമിന്റെ അവസ്ഥ ആലോചിച്ച് അതിന് പുറത്ത് നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് തീരുമാനിച്ച അള്ളാഹുവാണ്. അപ്പോൾ അവൻ തന്നെ സംരക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് തിരിച്ചറിയാനാണ്. അപ്പൊ അതുപോലെ ആകാശങ്ങൾ, ഭൂമി, പിന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി വരുന്നതിലെ ദൃഷ്ടാന്തങ്ങൾ. എന്തായാലും ദൃഷ്ടാന്തം ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ചെറുത് എന്താ? രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകല്, മറുഭാഗത്ത് രാത്രി. എളുപ്പമുണ്ടല്ലേ? സിമ്പിൾ തിയറിയാണ്, കുട്ടികൾക്ക് ഇങ്ങനെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ആ തിയറി 100% ശരിയാണോ? 100% ശരിയാവാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഇവിടെ ഈ ഒരു ഹാലോജൻ വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഫ്രണ്ടിൽ നല്ല വെളിച്ചുണ്ട്. ഇത് രാത്രിയും കൂടിയാണെങ്കിലോ ബാക്കിൽ ലൈറ്റ് ഇല്ല, അപ്പൊ ബാക്കിൽ എന്താവും? ഇരുട്ടാവും. അപ്പൊ തിയറി ശരി. എവിടെ ലൈറ്റ് ഉള്ളത് അവിടെ പകല്, ലൈറ്റ് ഇല്ലാത്തവർക്ക് ഇരുട്ട് രാത്രി. എന്നാൽ രാത്രിയാണെങ്കിലും ബാക്കിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ ഇരുട്ടുണ്ടോ? ഫ്രണ്ടിൽ ലൈറ്റ്, ബാക്കിൽ ലൈറ്റ്, സൈഡിലൊക്കെ ലൈറ്റ്, 4 ഭാഗത്ത് ലൈറ്റ്, പിന്നെ ഇരുട്ടുണ്ടോ? ഇരുട്ടുണ്ടാവില്ല. ഭൂമി ഇങ്ങനെ കറങ്ങി നോക്കുമ്പോൾ അവസ്ഥ എന്താ? സൂര്യൻ നേരെ വരുന്ന ഭാഗത്ത് പകലുണ്ടാവുന്ന റെഡി, മറുഭാഗത്ത് കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട്. കോടിക്കണക്കിന് സൂര്യന്മാർ മറുഭാഗത്ത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും രാത്രി ഉണ്ടാകുന്നു. അതാ അവിടെ പറഞ്ഞത്. എന്നിട്ടും രാത്രി ഉണ്ടാവണമെങ്കിൽ ആ സൂര്യന്മാരുടെ പ്രകാശം ഈ ഭൂമിയിലേക്ക് എത്താതിരിക്കണം. സൂര്യന്മാർ കത്താതിരിക്കുന്നില്ല, പക്ഷേ സൂര്യന്മാരുടെ പ്രകാശം ഇങ്ങോട്ട് എത്താതിരിക്കുന്നു. എന്താ കാരണം? ഈ മഹാപ്രപഞ്ചത്തിലെ കോടാനുകോടി ഗോളങ്ങൾക്കിടയിൽ നിന്ന് ഒരു സൗരയൂഥം, സൂര്യനും അതിൻ്റെ കൂടെ 8-9 ഗ്രഹങ്ങളും ജസ്റ്റ് ഒരു പുതുക്കം പോയതാണ്. ഒരു പുതിയാപ്പിളെ പുതുക്കമൊക്കെ പോയി 10 ആളെ കൂട്ടിയിട്ടേ മെല്ലാണ് മാറി നിന്നു. പ്രപഞ്ചത്തിന്റെ ഒരു കോണിലേക്ക് മാറി നിന്നു. യാദൃശ്ചികമായി സംഭവിച്ചാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറയാൻ കഴിയോ? ബിഗ് ബാങ് തിയറി ഒക്കെ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് അതിങ്ങനെ ഈ ഊർജത്തിന്റെ സമ്മർദ്ദത്തിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചെടുക്കുന്ന കൊലത്തിലായി അങ്ങനെ പറയാൻ പറ്റുമോ? അതോ വേറൊരാൾ അതിനെ വിഘടിപ്പിച്ച് കൊണ്ടുവന്നു പറയണോ? ഇങ്ങനെ ഏതാനും പ്രകാശവർഷം അകലേക്ക് സൂര്യനും അതിന്റെ കൂടെയുള്ള ഗോളങ്ങളും മാറി നിന്നപ്പോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എത്ര സൂര്യന്മാർ ഉദിച്ചുയർന്നാലും അതിന്റെ പ്രകാശം ചൊരിഞ്ഞാലും ആ പ്രകാശമൊക്കെ ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ
എത്തുമ്പോഴും അതിന് ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചമേ ഉണ്ടാവുകയുള്ളൂ. രാത്രിയുടെ ഇരുട്ടിനെ ഭേദിക്കാൻ അതിന് കഴിയില്ല. അങ്ങനെ സാധിച്ചത് ഈ ഗോളങ്ങളുടെ പിന്നെ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ ഡിസ്റ്റൻസ് ആര് നിർണയിച്ച? അതാണ് ആ ചിന്തിക്കാണ്ട് എറിഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണുന്ന ആദ്യത്തെ നക്ഷത്രം ഏതാണ്ട് 4.5 പ്രകാശവർഷം അകലെയാണ്. 4.5 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ. പ്രകാശം ഒരൊറ്റ സെക്കൻഡിലാണ് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. മനസ്സിലല്ലോ? 3 ലക്ഷം കിലോ, 1,86,000 മൈലോ അങ്ങോട്ടാണ് അതിന്റെ സഞ്ചാര വേഗത. ഒരു സെക്കൻഡിൽ പ്രകാശത്തിന്റെ സഞ്ചാര വേഗത. അതുകൊണ്ടാണ് ശബ്ദത്തെക്കാൾ വേഗത പ്രകാശത്തിനാണ് പറഞ്ഞത്. ഇടി ആദ്യം മിന്നല കിട്ടുക, രണ്ടും ഒരുമിച്ച് നടക്കണതാ. ആദ്യം മിന്നൽ കിട്ടും, പിന്നെ ശബ്ദവും കിട്ടും. എന്താ കാരണം? പ്രകാശം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. അങ്ങനെയുള്ള പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തോളം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ആ ഒരു സെക്കൻഡിനെ മിനിറ്റ് ആക്കുക, അപ്പൊ ഇൻറ്റു 60. പിന്നെ മണിക്കൂറാക്കുക, ഇൻറ്റു 60. പിന്നെ ദിവസമാക്കുക, ഇൻറ്റു 24. പിന്നെ മാസമാക്കുക, ഇൻറ്റു 30. പിന്നെ വർഷമാക്കുക, ഇൻറ്റു 12. ഏത് ഡിജിറ്റലാണ് ചെയ്ത? ഇതെല്ലാം കൂടെ എവിടെ ചെയ്ത? ഈ ബോർഡ് തകയവന് അതാണ്. അപ്പോ അതാണ് ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞത്. അത്രയും കിലോമീറ്റർ അകലെയാണ് ഒരു പ്രകാശവർഷം. ഏതാണ്ട് ഒരു 9.5-10 ലക്ഷത്തോളം കോടി കിലോമീറ്റർ അകലെ ഒരു പ്രകാശവർഷം. അങ്ങനെയുള്ള 4.5 പ്രകാശവർഷം അകലെയാണ് ആദ്യം കാണുന്ന നക്ഷത്രമുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ നക്ഷത്രം കണ്ടത് 20 പ്രകാശവർഷം അകലെ. എന്താ എന്തൊരു പേരിട്ടുണ്ട് കണ്ടെത്തിയത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? ഏറ്റവും അടുത്ത നക്ഷത്രം ഇത്രയും അകലെയാണെങ്കിൽ കോടാനുകോടി നക്ഷത്രങ്ങളെ അകലം പാലിച്ചു നിർത്തിയതിനാൽ നമുക്ക് ഒരു നക്ഷത്രത്തിന്റെ ശോഭയിൽ അതിനെങ്ങനെ ആസ്വദിക്കാമെന്നല്ലാതെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ഒരു പ്രയാസം നമുക്ക് വരുന്നില്ല. രാത്രിയെ നഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തത്, നമ്മളിപ്പോ ഒരു നക്ഷത്രത്തെ കണ്ടാൽ അത് അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് പാടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പിച്ചെന്തായാലും പറയാൻ പറ്റില്ല. കാരണം എന്താ? ആദ്യം കാണുന്നത് 4.5 ലക്ഷം മുമ്പത്തെ ലൈറ്റാ. അല്ല, 4.5 കൊല്ലം മുമ്പത്തെ ലൈറ്റ് ആദ്യം കണ്ടത്. മനസ്സിലല്ലോ? 4.5 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് പ്രസരിച്ചിരിക്കുന്ന പ്രകാശം ഇപ്പോൾ കാണുന്നു. അതിനുശേഷം ഈ 4.5 കൊല്ലത്തിനിടക്ക് ഏതു സമയത്തും ആ നക്ഷത്രത്തിന് സ്ഥാനം മാറിക്കൂടെ? അപ്പൊ കാണുന്ന നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടെന്ന് പോലും പറയാൻ ഉറപ്പിച്ചൂടാ. പരിശോധിച്ച് ഉറപ്പ് വരുത്തന്നെ വേണം. അതതിന്റെ പ്രത്യേകത. അത്രമാത്രം വിശാലമാണ് ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി. ഈ ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് രാവും പകലും ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുന്നതിനാൽ രാവും പകലും ലഭ്യമാകാൻ കേവലം ഭൂമിയെ കറക്കുന്നതിനപ്പുറത്ത് സകലമാന നക്ഷത്രങ്ങളെയും അഥവാ സൂര്യന്മാരെയും മാറ്റി നിർത്തി ഒരൊറ്റ സൂര്യനെ മാത്രം മുമ്പിൽ നിർത്തി പകലും രാത്രിയും സംഭാവന ചെയ്തു. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശങ്ങളിലും രാവും പകലും മാറി വരുന്നതിലും എന്തുണ്ട്? ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കല്ലത് അറിയോ? ആർക്കല്ലത്? ലിഖൗമി യഅഖിലൂൻ. നമ്മളതിൽ പെടുമെന്ന് ആലോചിച്ചോളി. ചിലപ്പോഴൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ പറ്റിയല്ല, ലിഖൗമി യഅഖിലൂൻ ഓലെ പറ്റിയാണെന്ന് പറയല്ലേ. നമ്മൾ ആലോചിക്കുക ഇല പെടാന്നുള്ളത്. ശരി, അപ്പോ ഒന്നത്. പിന്നെ വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ്. ഒരു ഇരുമ്പിന്റെ കഷ്ടം വെള്ളത്തിൽ കണ്ട താന്നങ്ങ് പോകും പോലെ. ഒരു ഇരുമ്പിന്റെ കഷ്ടം വെള്ളത്തിലിട്ട് താന്നങ്ങ് പോകും. എന്നാൽ ടൺ കണക്കിന് ഇരുമ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ഭാരമുള്ള ലോഹങ്ങൾ, അതാണ് കപ്പലായിട്ട് മാറിയത്. തുടക്കത്തിൽ മാത്രമേ മരം കൊണ്ട് പണിയെടുത്തിട്ടുള്ളൂ. ഇരുമ്പാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന കപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ ഇരുമ്പാ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിരിക്കുന്ന വെയിറ്റുള്ള ലോഹങ്ങളാണ്. ഒരു കപ്പൽ നമ്മൾ പരിശോധിച്ചാൽ ഈ പർവ്വതം പോലെയാണ്. പകുതിയിലധികം ഭാഗം വെള്ളത്തിനടിയിലാണ്, പകുതിന്റെ താഴെ മാത്രമേ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ ഒരൊറ്റ ഇരുമ്പിന്റെ കഷ്ടം താഴോട്ട് താഴ്ന്നു പോകും. പക്ഷേ ഒരു കപ്പൽ എന്ന ടൺ കണക്കിന് വെയിറ്റുള്ള ഒരു മഹാസംവിധാനം വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാതെ നിൽക്കുന്നു. പിന്നെ അതില് കണ്ടെയ്നർ കണക്കിന് വെയിറ്റ് നമ്മൾ പിന്നെ കയറ്റാം. മനസ്സിലല്ലേ? കണ്ടെയ്നറിലാണ് കയറ്റുന്നത്, വെറുതെ കൊണ്ടുപോയി വെക്കല്ല. വലിയ വലിയ കണ്ടെയ്നറുകൾ
ഒരു കണ്ടെയ്നർ നമ്മുടെ നാട്ടിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു ലോറി വേണം, എന്നാൽ തന്നെ പിന്നെയും ബാക്കി പുറത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള എത്രയോ കണ്ടെയ്നറുകൾ നിറയെ വെയിറ്റുള്ള ചരക്കുകൾ ഇങ്ങനെ കയറ്റി അതിൻ്റെ അകത്തേക്ക്. ആ വെയിറ്റുള്ള ചരക്കുകൾക്കൊക്കെ മുകളിൽ നമ്മളിങ്ങനെ എന്താ പറയാ ക്യാബിനുകൾ ഉണ്ടാക്കിയിട്ട് ബെഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങുക. നല്ല കിച്ചണൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കുക, സിനിമ കാണാൻ സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ആസ്വദിച്ച് ആനന്ദിച്ച് കുടിച്ചും കഴിച്ചും രമിച്ചും അങ്ങനെ ഈ കടലിലൂടെ മാസങ്ങളോളം സഞ്ചരിക്കാൻ മനുഷ്യന് കഴിയുന്നു. കാരണം എന്താ? ഇരുമ്പ് അങ്ങനെ താഴ്ന്നു പോയെങ്കിലും കപ്പലായി മാറുമ്പോൾ താഴ്ന്നു പോകില്ല. അതിന്റെ പിന്നിൽ പടച്ചോൻ തന്നെയാണ് അതിനെ ആ നിലക്ക് സംവിധാനിച്ചു കൊടുത്തത്. ഒരുപാട് ആലോചിക്കാനുണ്ട്. കപ്പലിൽ കയറി ആലോചിക്കണം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ ആ ചോദിച്ചത് കപ്പലിൽ കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ കയറാത്തവരാണോ എന്ന് ചോദിച്ചത്. ഒന്ന് കയറോ കൊണ്ടുവിട്ടോ, നല്ലതാണ്, അധികം പൈസ ഉണ്ടാവില്ല. ഇവിടെ ഒക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കപ്പൽ. അപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ ആ കപ്പൽ വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ്, മനുഷ്യന് ഉപകാരങ്ങൾ നൽകിക്കൊണ്ട് കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും. ഇത് ഖുർആൻ മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുന്ന തിവാചകം ഉപയോഗിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ. ആദമിനെ നാം സന്തതികൾ ആദരിച്ചിരിക്കുന്നു, അവർക്ക് കരയിലും കടലിലും വാഹനങ്ങൾ ഉപയോഗിക്കാൻ അവസരം നൽകിയിരിക്കുന്നു. ഇത് ശരിയല്ലേ? നമ്മൾ ഈ കരയിലും അങ്ങനെ തന്നെയാണ്, കടലിലും അങ്ങനെ തന്നെ. കരയിൽ ആദ്യം മനുഷ്യന്മാരങ്ങനെ നടത്തിയിരുന്നു, പിന്നെ ഓടാനും കൂടി കൂടെ അറിയാം, അത്രേ ഉള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് ആർക്കോ തോന്നിയതാ നടന്നു പോകുന്ന ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി വെക്കാൻ. ആർക്കോ ഒരാൾക്ക് തോന്നി. ആ കയറിൽ കുതിരന്റെ പുറത്താവാം, ഒട്ടകത്തിന്റെ പുറത്താവാം, കഴുതിന്റെ പുറത്താവാം, ചിലപ്പോ മറ്റു വല്ല മൃഗത്തിന്റെ ആനന്റെ പുറത്തൊക്കെ ആവാം. കയറി ഇരുന്നപ്പോ മനസ്സിലായി ഇപ്പോഴും ഈ മൃഗം സഞ്ചരിക്കുക തന്നെയാണ്. എന്നാൽ ഇനി ഞാൻ നടക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ പുറത്തിരുന്നാൽ മതി. അങ്ങനെയാണ് മൃഗസവാരി ആരംഭിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആരോ 2 ചക്രം കണ്ടെത്തി. ആ ചക്രം ഇതിന്റെ പിന്നെ കെട്ടിക്കൊടുത്തു. അപ്പോഴോ എനിക്കും കയറി വയ്ക്കുക, എന്റെ ചരക്കുകൾക്കൊക്കെ അതൊക്കെ കയറ്റി വെക്കാം. അപ്പോൾ ഉഷാറായി, ഞാൻ മെനക്കടണ്ട, കയറ്റി വെച്ച് കൊടുത്താൽ മതി, ബാക്കി മൂപ്പര് നോക്കിക്കോളും. അങ്ങനെ ആ കാളവണ്ടി കുതിരവണ്ടിയൊക്കെ വന്നത്. ആ കുതിരവണ്ടിയിൽ നിന്ന് കുതിരനെ ഒഴിവാക്കിയിട്ട് കുതിരശക്തിക്കുള്ള പെട്രോൾ കണ്ടെത്തി. എന്നിട്ട് നമ്മൾ റോട്ടിലൂടെ വാഹനം ഓടിച്ചു തുടങ്ങി. കരയിലൂടെ ഇപ്പോൾ കരയിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് മനുഷ്യനാണ്. അതേപോലെ ഓരോന്നും കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. മത്സ്യങ്ങളൊക്കെ നീന്തി നോക്കുമ്പോൾ അല്ലേ, ഭയങ്കര ഹരാണത്. അങ്ങനെ പറ്റുമോ നമുക്ക്? കുറേയൊക്കെ നോക്കി കുറച്ചൊക്കെ ഇറങ്ങി നോക്കി, എന്നിട്ടോ ഇത്തിരി നീന്തി. ആ നീന്തുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അപ്പം എല്ലാമൊന്നും പോകാൻ കഴിയില്ല. എന്നാൽ നിരാശനായില്ല. അതിൻ്റെ ഇടയ്ക്ക ഏതോ ഒരു മരം മെല്ലെ ഒടിഞ്ഞിട്ട് ആ പുഴയിലേക്കാണ് അണ്ട് വീണത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ആ വെള്ളത്തിന് മുകളിലാണ് പൊങ്ങിക്കാണ്. പൊങ്ങി നിൽക്കുക മാത്രമല്ല, അത് വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴും ഏതോ ഒരുത്തരം തോന്നിയതാണ് അതിന്റെ പുറത്തുനിന്ന് കയറി നോക്കാൻ. ഇരുന്ന് നോക്കുമ്പോഴും അത് പോവാണ്. ഒരു കൊള്ളിക്കഷ്ണം ഉപയോഗിച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ആ തിരിച്ചറിവിൽ നിന്നാണ് ആ മരത്തിനെ പിന്നെ പലകകളാക്കി മാറ്റിയിട്ട് പിന്നെ നമ്മളെ ബോട്ടുകളോ തോണികളോ ഒക്കെ ആക്കി മാറ്റി നമ്മൾ കടലിലൂടെ സഞ്ചാരം ആരംഭിച്ചത്. അല്ലാഹു പറഞ്ഞെന്താ? മനുഷ്യനെ കരയിലും കടലിലും അവൻ യാത്ര ചെയ്യിപ്പിക്കും. വാനലോകത്തെക്കുറിച്ച് വേറെ പറയുന്നുണ്ട്. കപ്പൽ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, പക്ഷേ കപ്പൽ ഉണ്ടാക്കുവാനുള്ള മോഡൽ നൽകിയത് പടച്ചവനാണ്. ലോകത്തിൽ ആദ്യത്തെ കപ്പലാർതാ? നൂഹ് നബിന്റെ കപ്പലാ. നൂഹ് നബിന്റെ കപ്പല് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ സാധനമാണത്. അതിനെ പിൽക്കാലത്ത് വന്ന മനുഷ്യൻ അനുകരിച്ചതാണ്. ജൂതി പർവ്വതത്തിൽ ആ കപ്പലിന്റെ മോഡൽ ഇപ്പോഴുണ്ടല്ലോ. ചോദിച്ചില്ലേ നൂഹ് നബിന്റെ ആൾക്കാർ? ജനങ്ങൾ ചോദിച്ചു, അല്ല നൂഹ, നിനക്ക് ഭ്രാന്താണോ? ഒരു തുള്ളി വെള്ളമില്ലാത്ത മഴയില്ലാത്ത ഈ നാട്ടില് വെള്ളത്തിലിറക്കാൻ വേണ്ടി ഒരു വാഹനം ഉണ്ടാക്കുന്നു, ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ആ സംവിധാനത്തെ ചോദ്യം ചെയ്തു അവര്. ആ ചോദ്യം ചെയ്ത ആളുകൾക്ക് പിന്നെ മനസ്സിലായി മഴ പെയ്തപ്പോ ഈ വെള്ളത്തിൽ രക്ഷപ്പെടാനാണത്. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്ത് ചെയ്തത്? കപ്പലുണ്ടാക്കിയത്. പൊതുവിൽ എല്ലാ വാഹനങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ പടച്ചോൻ നേരിട്ട് ചെയ്ത കാര്യങ്ങളുടെ കൂടെ കപ്പൽ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ പടച്ചോന്റെ ഒരു ഉണ്ട്. ആ പടച്ചോൻ തന്നെയാണ് കപ്പൽ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യം പഠിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കണം അതിന്റെ കൂടെ പറഞ്ഞത്. വിമാനം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ മനുഷ്യൻ വിമാനത്തിൽ സഞ്ചരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് തരാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഉപരിലോകത്തേക്ക് കയറിപ്പോവും. കയറുക മാത്രമല്ല, കയറുമ്പോൾ സംഭവിക്കുന്ന മനസ്സിന്റെ ഇടുക്കം, ഹൃദയത്തിന്റെ ഇടുക്കം, അതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ സഞ്ചരിക്കുന്ന തന്നെയാണ്. അതുണ്ടായി.
നമ്മളിങ്ങനെ ഈ പക്ഷികളിങ്ങനെ പറക്കുന്നു, എന്ത് മനോഹരല്ലേ, നമുക്ക് പറക്കാൻ നല്ല ബോധ്യമുണ്ട്, പക്ഷെ മാർഗമല്ല. എന്നാ നിരാശരാവോ? ഇല്ല. തുമ്പിനെ അനുകരിച്ചിട്ട് നമ്മളെ ഹെലികോപ്റ്റർ ഉണ്ടാക്കി, അവിടുന്ന് അങ്ങോട്ട് വികസിച്ചു. ഇപ്പൊ ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ, എത്രയോ മണിക്കൂർ, എത്രയോ ദിവസങ്ങൾ വാനലോകത്തുകൂടി ഏത് പക്ഷികളെയും കവച്ചു വെക്കുന്ന വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതിലേക്ക് ഖുർആൻ ഈ ആയത്തിലല്ലാതെ വേറെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഇവിടെ നമ്മൾ കപ്പല പറഞ്ഞത് വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസു. ഇനി വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. അടുത്ത ദൃഷ്ടാന്തം ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതിലാണ്. അതിനെക്കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ള ആയത്തുകളുണ്ട്, അവിടെ വിശദീകരിക്കത്. പിന്നെ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അതുവഴി നിർജീവമായിരിക്കുന്ന ഈ ഭൂമിയെ അവൻ ജീവിപ്പിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇനി നമ്മൾ പോകുന്നുണ്ട്, ഞാൻ അവിടേക്ക് വിടാൻ. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, എല്ലാ ജീവികളെയും അതുവഴി ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ചു. ഖുർആൻ വരെ പറയുന്നുണ്ട് എല്ലാ ജീവനുള്ളവയും വെള്ളത്തിൽ നിന്നുണ്ടായത്. എല്ലാ ജീവനുള്ളവയുടെയും സോഴ്സ് വെള്ളമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് ശേഷം പഠിക്കാൻ പോകുന്നുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ കാറ്റിന്റെ ഗതിക്രമവും ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിൽ ഈ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതിലും കുറച്ചൊന്നുമല്ല ദൃഷ്ടാന്തം. കാരണം എന്താ അറിയോ, നമ്മൾ പഠിച്ചിരിക്കുന്ന ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതിൻ്റെ ആകർഷണ ബലം അല്ലേ, ആകർഷണം, അതിൻ്റെ മാഗ്നറ്റിക് പവർ. ഭൂമി നമ്മളെ ആകർഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല. കാരണം എന്താ? കാല് പൊക്കിയോ കാല് മേലോട്ടങ്ങ് പോകും. ഒരു സ്റ്റെപ്പ് പൊക്കണേ കാല് പൊക്കണ്ടേ, ആ പൊക്കിയ കാല് മേലോട്ടങ്ങ് പോകും. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കല്ലെടുത്ത് മേലോട്ടെറിഞ്ഞാൽ വരെ താഴോട്ട് തിരിച്ചു വരും. എന്തുകൊണ്ട്? ഭൂമിയുടെ ആകർഷണ ബലം. അതുകൊണ്ടാണ്. ആ ആകർഷണ ബലത്തിനെയും മറികടന്ന് പോകാനുള്ള ശക്തിയോ സാധ്യതയോ ഉള്ളതിന് മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ വിമാനം അതിനെ മറികടന്ന് പോകാനുള്ള പവർ അതിനുള്ളത് കൊണ്ടാണ് അത് വാനലോകത്തോട് സഞ്ചരിക്കുന്നത്. എന്നാൽ വിമാനം പോകുന്നത് മേഘങ്ങളുടെ മുകളിലൂടെ, താഴെക്കൂടല്ല. മേഘങ്ങളോ, ഒരു ചെറിയ മേഘം വരെ ആനകളുടെ, ലക്ഷക്കണക്കിന് ആനകളുടെ വെയിറ്റ് ഉണ്ടാവാൻ ഉണ്ട് എന്നാണ് മേഘങ്ങളെ കുറിച്ച് നടത്തിയിരിക്കുന്ന പഠനത്തിൽ പറയുന്നത്. അത്രയും വെയിറ്റുള്ള മേഘങ്ങൾ താഴോട്ട് പൊടിഞ്ഞു വീഴാതെ അവിടെ അങ്ങനെ പിടിച്ചു വെക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ വേണം. ഞാൻ വീണ്ടും തിയറി തിരുത്തല്ല, തിയറിയിലേക്ക് ചേർക്കട്ടെ. എങ്ങനെ മഴ ഉണ്ടാകുന്നത്? വെള്ളം ഇങ്ങനെ ബാഷ്പീകരിച്ച് പോയി അതിങ്ങനെ മേഘമായി മാറി, കാറ്റതിലിങ്ങനെ തെളിച്ചു കൊണ്ടുപോയി, എന്നിട്ട് ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത് തട്ടുമ്പോൾ, മലയിലൊക്കെ തട്ടുമ്പോൾ അത് തണുത്തിട്ട് വെള്ളമായി, മഴയായി, മഞ്ഞായി താഴോട്ട് വീഴുന്നു. അതിൽ നല്ലൊരു ഭാഗം ശരിയാണ്, നല്ലൊരു ഭാഗം ശരിയാണ്. പക്ഷേ കുറച്ച് ശരിയല്ലാത്ത ഭാഗമുണ്ട്. പർവ്വതങ്ങളില്ലാത്തടത്ത് മഴ പെയ്യുന്നുണ്ട്. പർവ്വതങ്ങളുടെ താഴ്വരയിലല്ലാതെയും മഴ പെയ്യുന്നുണ്ട്. സീതാജി ചോദിച്ച ചോദ്യത്തില് നമ്മളതൊരു പൊട്ടത്തരെന്ന് പറഞ്ഞെങ്കിലും അത് 100% പൊട്ടത്തരൊന്നുമല്ല. കടലിൽ മഴ, മൂപ്പർ ചോദിച്ച മരത്തിന്, കടലിൽ മഴ പെയ്യുന്നത് മരങ്ങളുകൊണ്ടാണോ? മരവും മഴയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചോ എനിക്കറിയില്ല. വലിയ ബന്ധമുണ്ട് മഴയും മരവും തമ്മിൽ. ആ ബന്ധം നമുക്ക് എപ്പോഴെങ്കിലും സമയം വേറെ പഠിക്കാം. ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ മരവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. ശരി, അപ്പോ ഈ പർവ്വതങ്ങളൊന്നുമില്ലാത്ത ഏരിയയിൽ മഴ പെയ്യുന്നു, ഒന്ന്. രണ്ട്, നീരാവിയായി ഇങ്ങനെ മേലോട്ടുയരുന്ന ഈ മേഘമൊക്കെ അത് കാറ്റിങ്ങനെ തെളിച്ചു കൊണ്ടുപോയി മഴയായി പെയ്യും, അതുപോലെ പെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ട് കടൽക്കരയിൽ പോലും ഒരു ഭാഗത്ത് മഴ കിട്ടുന്നില്ല? മനസ്സിലായില്ല? കടൽക്കരയിൽ പോലും മഴയില്ല ഒരു ഭാഗത്ത്. ഒരു ഭാഗത്ത് നന്നായിട്ട് മഴയുണ്ട്. ഏത് ഭാഗത്ത്? കേരളത്തിന് ഇത് കിഴക്കേ കരയാണ് അല്ലേ, കടലിന്റെ, അറബിക്കടലിന്റെ. ഇവിടെ എല്ലാം മഴയുണ്ട്. പടിഞ്ഞാറ കരയിലോ ഒരു തുള്ളി മഴയല്ല. സംഭവിക്കുന്നത് വെള്ളം പെടുന്ന കാര്യപ്പോൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 4.5 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ ജലം ഓരോ വർഷവും നീരാവിയായി ഉയർന്നു പോകുന്നുണ്ട്. ആ നീരാവിയുടെ നല്ലൊരു ഭാഗം അറബിക്കടലാണ്. അറബിക്കടലിൽ നിന്നും ഇത്രമാത്രം വെള്ളം ഇങ്ങനെ നീരാവിയായി പോയിട്ടും മഴ പെയ്യുമ്പോൾ അത് മലയാളക്കരക്ക്, അറബി നാടിന് ഒരു തുള്ളി മഴയല്ല.
മഴ ഇല്ല എന്ന് മാത്രമല്ല, മഴ ഉണ്ടാകാൻ പാടുമില്ല. അതാ പ്രത്യേകത. കാറ്റിന്റെ ഗതിയോ, കാറ്റിന്റെ ഗതിയാണെങ്കിൽ അപ്പുറത്തും കൂടെ ഉണ്ട്. ഇതിനപ്പുറത്തും കടലുണ്ടല്ലോ. ഭൂമിയുടെ 71% വെള്ളമല്ലേ, അതിൽ തന്നെ 97% കടലല്ലേ. ആ കടലിൽ നിന്നൊക്കെ ഉയർന്നു പൊങ്ങുന്ന ജലമാണല്ലോ ഈ മേഘമായി മാറുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കാറ്റടിക്കേണ്ട വേണ്ട, പക്ഷെ തിരിച്ചു വേണ്ടേ. ഇതൊരു റൊട്ടേഷൻ അല്ലേ, ഭൂമി ഇങ്ങനെ കറങ്ങല്ലേ, ഉരുണ്ട ഭൂമിയല്ലേ. എവിടെ നിന്ന് അടിച്ചാലും അതിന്റെ ശക്തി അനുസരിച്ചെങ്കിലും ഒരു അല്പാൽപമെങ്കിലും വെള്ളം ഇവിടെ കിട്ടണ്ടേ. സൗദി അറേബ്യയിൽ കൊല്ലത്തില് 2 മഴയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആകെ. അതിനു വേണ്ടിയിട്ട് ഹറമിൽ വരെ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മളിവിടെ മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണുള്ളത്? ഒരു 5-6 മാസം നീണ്ടു കിട്ടുന്ന മഴയെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരോ ഒരു 3-4 മഴ കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അവർക്കറിയാം അത്രേ കിട്ടുള്ളൂ എന്നുള്ളത്, അത്രേ കിട്ടാൻ പാടുള്ളൂ എന്നറിയാം. അവിടെ ഒരു 6 ദിവസമെങ്കിലും ആ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്ത നാടങ്ങ് നശിക്കും. മനുഷ്യനോ മറ്റു ജീവികൾക്കോ ഒന്നും ജീവിക്കാൻ കഴിയാത്ത വിധം നശിക്കും. ഇവിടെയോ ഒരു 6 മാസമെങ്കിലും മഴ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നശിക്കും. അപ്പോ ഈ തിയറിക്കപ്പുറത്തൊരു വിഷയമുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളാണോ മഴ മേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ ഇറക്കുന്നതെല്ലാം നമ്മളാണോ? അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഘങ്ങളെ ഇങ്ങനെ സംരക്ഷിച്ച് അതിനെ നിയന്ത്രിച്ച് നിലനിർത്തുക എന്നൊരു സംഗതി നടക്കുന്നതുകൊണ്ടാണ് ആവശ്യാനുസരണം ഈ ഭൂമിക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് എന്ന് ഭൂമി സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നമറിയാം അവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടും. അതും ഭൂമിയുടെ ഏതൊക്കെ ഭാഗത്ത് ഏത് അളവിൽ കിട്ടണം അതും അവന്റെ തീരുമാനം, നമ്മുടെ തീരുമാനമല്ല. കാരണം അതും അവനാണ് അറിയാം ഏത് പ്രദേശത്താണ് വെള്ളം വേണ്ടത്, ഏത് പ്രദേശത്ത് വേണ്ടാത്തത്. ചില പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ചെടികൾ, ചില പ്രദേശങ്ങളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവികൾ, ചില പ്രദേശങ്ങളിൽ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക പഴങ്ങൾ കണ്ടല്ലോ. അതൊക്കെ മഴയുമായി, കാലാവസ്ഥയുമായി, ചൂടുമായി, അങ്ങനെ പലതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ പലതുമായി ഏറ്റവും ചുട്ട് പഴുത്ത കാലമാണല്ലോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം. എവിടെ? അറബ് നാടുകളിൽ. അന്നാണ് ഈത്തപ്പഴം നന്നായിട്ട് പാകമായി പഴുത്തിങ്ങനെ ഏറ്റവും ടേസ്റ്റുള്ള അവസ്ഥയിലേക്ക് കിട്ടുക. മരത്തുമെന്ന് പറിച്ചാൽ ഒരു കൊല ഒന്നാകെ തിന്ന ഒരു മടുപ്പുണ്ടാവില്ല. പിന്നെ നമ്മൾ കുത്തിപ്പിഴിഞ്ഞ് സംസ്കരിക്കുന്നതിന് പേര് വേണ്ടാണ് ഈ കുത്തിപ്പിഴിഞ്ഞ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഉണങ്ങിയ സാധനം. അപ്പോ അങ്ങനെ നല്ല ചുട്ടു പഴുത്തൊരു കാലം, ഒരു തുള്ളി മഴ കിട്ടാതെ, ഇവിടെ നല്ല മഴ പെയ്യുമ്പോൾ അവിടെ തുള്ളി മഴ കിട്ടാതെ അത് അവിടെ ഉണ്ടാവണം. അതുപോലെ ഒലീവ് നല്ല ചൂടുള്ള പ്രദേശത്ത്. അങ്ങനെ ഓരോ 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 നാടിനനുസരിച്ചുള്ള ഒരുപാട്. ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് വേണം? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫലവർഗ്ഗങ്ങൾ ഒന്നെന്താണ്? നാളികേരം അല്ലേ? ആ നാളികേരം ഇവിടെ കിട്ടണമെങ്കിൽ മഴ തന്നെയാണ് പ്രധാനം. വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ പോരെ ഏതെങ്കിലും ഒരു പൈപ്പാണ് തിരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ തെങ്ങും കായ്ക്കുന്നതിന്റെ 2 കൊല്ലം 9 കായ്ക്കും. വെള്ളം കിട്ടിയാൽ, വെള്ളം മാത്രം കിട്ടിയാൽ മതി ഉപരിക്കും, ബാക്കിയൊക്കെ മുമ്പ് ഉണ്ടാക്കിക്കോളും. അതാണ്. അപ്പോൾ തെങ്ങ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല മഴ കിട്ടും. അങ്ങനെ പലതും ഓരോ വിഷയത്തിലേക്ക് നമുക്ക് അങ്ങനെ പോയാൽ ഒരുപാട് സമയം പോകും. ഇരിക്കട്ടെ. അപ്പൊ ഈ അതുകൊണ്ടാണ് പറഞ്ഞത് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനൽ അർളി ബൈനസ് സമാഇ വൽ അർളി, ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിൽ ഈ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന അതിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. ആ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന മേഘങ്ങളെ ചലിപ്പിക്കണം. അത് ചലിപ്പിക്കുമ്പോൾ മാത്രമാണ് മഴയായി താഴോട്ട് വരുള്ളൂ. അതാ പറഞ്ഞത്. അതിനെന്ത് വേണം? കാറ്റ് വേണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു കാറ്റ്. മനസ്സിലാലോ? കാറ്റുകളുടെ ഗതി നിർണയം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചതാണ്. അതുണ്ടെങ്കിലേ മഴ ലഭിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞില്ല ആയാത്തിൽ ഖൗമി യഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ ഒരൊറ്റ ആയത്തെ ചർച്ച ചെയ്തിട്ടുള്ളൂ, ഒരുപാട് സമയം പോയിട്ടുണ്ട്. അടുത്ത ആയത്തിലേക്ക് പോവാണ്. സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ സൂറത്ത് 32-ാമത്തെ ആയത്ത്. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. അല്ലാഹുവത്രേ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുകയും എന്നിട്ട് അതുമൂലം നിങ്ങളുടെ ഉപജീവനത്തിനായി കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത്. അവന്റെ കൽപ്പന അഥവാ നിയമപ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് കപ്പലുകൾ വിധേയമാക്കി തരികയും ചെയ്തിരിക്കുന്നു. നദികളെയും
അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. അതിൽ പദങ്ങളൊന്നും പഠിക്കാനില്ല. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വഅൻസല മിനസ് സമാഇ മാഅൻ. ഉപരിലോകന്നവൻ വെള്ളമിറക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി. ഫഅഖ്റജ ബിഹി മിൻ അഖ്റജ പഠിച്ചതാണ് സമറാത്ത്. സമറാത്ത് പഴങ്ങൾ എന്ന് അതിനർത്ഥമുണ്ടെങ്കിലും ഉദ്ദേശം പഴങ്ങളല്ല. പഴം എന്ന് മാത്രം പറയാൻ ഖുർആൻ ഉപയോഗിക്കുന്ന പദം ഫവാക്കിഹ് എന്നാണ്. ഫാക്കിഹത്ത് ഫവാക്കിഹ്, അത് പഴമായിരിക്കും, പഴവർഗ്ഗങ്ങൾ. ഫാക്കിഹത്ത് ഫവാക്കിഹ്. എന്നാൽ സമർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ്, ഇപ്പൊ ഭൂമിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം പറയുന്ന പേരാണ് സമർ, സമറാത്ത്. അപ്പോൾ രണ്ട് പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫാക്കിയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ സമർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫാക്കിയത്ത് പൊതുവായി പഴവർഗ്ഗങ്ങൾക്ക് പറയുന്നതാണ്. സമറി എന്നത് ഭൂമിയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടാണ് ഫലങ്ങൾ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി, ഇവിടെ ഉപയോഗിച്ച് കായ്കനികൾ എന്നാണ്. എല്ലാ തരം കായ്കനികളും അതിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവന്നു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് തന്നെ, നിങ്ങൾക്ക് ഭക്ഷണമായിട്ട്, ഉപജീവനമായിട്ട് എല്ലാ തരം കായ്കനികളും അവൻ നിങ്ങൾക്ക് ഈ വെള്ളം വഴി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. വസഖറ ലക്കുമുൽ ഫുൽക, നിങ്ങൾക്കവൻ കപ്പലുകളെ അധീനപ്പെടുത്തി തന്നു, വിധേയമാക്കി തന്നു. നേരത്തെ പറഞ്ഞല്ലോ, സഖറക്ക് ഒരർത്ഥം നിയന്ത്രണ വിധേയമാക്കി, മറ്റൊന്ന് മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, അധീനപ്പെടുത്തി കൊടുത്തു. ലിതജ്രീ ഫിൽ ബഹരി, കടലിലൂടെ സഞ്ചരിക്കാൻ, ബി അംരിഹി, അവന്റെ നിർദ്ദേശപ്രകാരം. കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ കപ്പലിനെ സഞ്ചരിക്കാവുന്ന സാഹചര്യവും അവസ്ഥയും കടലിൽ ഉണ്ടാക്കിയത് അവനാണ് എന്നർത്ഥം. അല്ലാതെ ഓരോ കപ്പലിനും അള്ളാഹു ഇങ്ങനെ വഹി കൊടുത്തിട്ട് അവയ്ക്ക് പോകുന്നതല്ല, അങ്ങനെ വിചാരിക്കാൻ വേണ്ട. ജറായിജിൽ ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് അവൻ വിധേയമാക്കി തന്നു. എന്ത്? അൽ അൻഹാർ, നെഹറിന് ജമ്മ നെഹർ, നെഹർ നദികൾ, പുഴകൾ. പുഴകളെയും നിങ്ങൾക്ക് അവൻ അധീനപ്പെടുത്തി തന്നു, വിധേയമാക്കി തന്നു. അതിനൊക്കെ പ്രത്യേകം എന്താ? പുഴ, നദി എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ നീരരുവി അല്ലേ, അരുവികൾ, നീരുറവകൾ, അതിങ്ങനെ കൂടിച്ചേർന്ന് വലിയൊരു പുഴയായി മാറി അത് അവസാനം കടലിലെത്താണ്. എന്നാൽ ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില ഏറ്റക്കുറവുകൾ ഉണ്ടാവും ഭൂമിക്ക് മഴ കിട്ടുന്നതിനനുസരിച്ച്. അങ്ങനെ ആ മഴ കിട്ടുന്നതിനനുസരിച്ചുള്ള ഏറ്റക്കുറവുണ്ടെങ്കിലും സദാ ഇങ്ങനെ നമുക്ക് നിലനിന്ന് നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന വിധത്തിൽ ഇത് സംവിധാനിച്ചാര പടച്ചറബ്. ഏറ്റവും ശുദ്ധമായ ജലം, ഉപ്പ് ജലത്തിൻ്റെ ഒരു ടേസ്റ്റും ഇല്ലാത്ത നല്ല ശുദ്ധമായ ജലം, അത് നമുക്ക് ആവശ്യമാണ്, സസ്യങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷികൾക്ക് ആവശ്യമാണ്, മൃഗങ്ങൾക്ക് ആവശ്യമാണ്, സകല ജീവജാലങ്ങൾക്കും ആവശ്യമാണ്. അങ്ങനെ ആ പുഴകളെ നമുക്ക് വേണ്ടി അവൻ വിധേയമാക്കി തന്നു. ഇത്രയും ചെയ്തിരിക്കുന്ന അള്ളാഹു. അപ്പൊ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, അള്ളാഹു അവനാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. വഅൻസല മിനസ് സമാഇ മാഅൻ, ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതും അവനാണ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത് റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനത്തിനായി അതുവഴി ഭൂമിയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും അവൻ പുറത്തു കൊണ്ടുവന്നു. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രി ഫിൽ ബഹരി ബിഅംരിഹി, അവന്റെ നിർദ്ദേശപ്രകാരം കടലിലൂടെ സഞ്ചരിക്കുവാൻ കപ്പലും വിധേയമാക്കി തന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, പുഴകളെയും വിധേയമാക്കി തന്നു. അടുത്ത ആയത്തിലേക്ക് പോവാം. സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ സൂറത്ത്, അതിൽ 21, 22. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ. യാതൊരു വസ്തുവും നമ്മുടെ പക്കൽ അതിൻ്റെ ഖജനാവുകൾ ഉള്ളതായിട്ടല്ലാതെ ഇല്ല, എന്നാൽ ഒരു നിർണിതമായ തോതനുസരിച്ചല്ലാതെ നാം അത് ഇറക്കുന്നതല്ല. വഇൻ മിൻ ഷൈഇൻ, ഏതൊരു വസ്തുവും ഇല്ല, ഇല്ലാ ഇൻദന, നമ്മുടെ അരികിലില്ലാതെ, ഖസാഇനുഹു, ഖസാഇനുഹു അതിൻ്റെ എന്താ പറയാ, ഖജനാവുകൾ.
ഖസനത്ത് ഖസായിന്. ഖസനത്ത് ഖസായിന് മലയാളത്തിലും ഖജനാവ് തന്നെയാണ് പറയാം, പദം തന്നെയാണ്. പഴയ ആൾക്കാർ ഖജാന എന്ന് പറയും, മനസ്സിലായി? ഓൻ്റെ ഖജാനയിൽ കുറേ ഉണ്ടെന്ന് പറയും. അതിനാണ് മുതൽ. സാധാരണ തന്നെയാണ്, അറബിയാണ് ഉപയോഗം പദം. ഒരുപാട് പദങ്ങൾ നമ്മളങ്ങനെ കേടെടുത്തിട്ടുണ്ട്. ഖസനത്ത് ഖസാനത്ത് ഖസായിന്. അപ്പോ ഇല്ലാ ഇന്ധന ഖസായിനുഹു, അതിൻ്റെ ഖജനാവുകൾ നമ്മുടെ പക്കലില്ലാതെ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെ പരിശോധിച്ചാലും അതിൻ്റെയൊക്കെ ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അരികിലുണ്ട്. തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് തട്ടിയൊപ്പിക്കാളൊന്നുമല്ല, ആവശ്യത്തിലേറെ ഇഷ്ടം പോലെ അവൻ്റെ ഖജനാവിലുണ്ട്. എന്നിട്ട് പറഞ്ഞ വാചകമാണ് ശ്രദ്ധേയം. വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുന്നവനല്ല, ഇറക്കുകയില്ല. ഇല്ലാ ബി ഖദരിൻ മഅലൂം, ഖദർ എന്ന് പറഞ്ഞാൽ തോത്, തോത്, കണക്ക്, അളവ്. ഖദർ ഖദർ എന്ന് പറയുമ്പോൾ വേറെയാണ് പദം. നമ്മൾ പറയുന്നത് വിധിയൊക്കെ അതിൽ അവിടെ ഖദർ, ഇത് ഖദർ. പിന്നെ മഅലൂം, മഅലൂം എന്ന് പറഞ്ഞാൽ അലിമ ഒലിമ, ഒലിമ എന്ന പദമാണ്. ഒലിമ യുഅലമു മഅലൂം, അറിയപ്പെട്ടത് എന്ന നേരെ അർത്ഥം, ഉദ്ദേശം നിർണയിക്കപ്പെട്ടത്, നിർണയിക്കപ്പെട്ടത്. അപ്പോ ഒരു നിർണിതമായിരിക്കുന്ന തോതനുസരിച്ചല്ലാതെ അവ നാം ഇറക്കുകയില്ല. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം. മിൻമായി, വെള്ളത്തിന്റെ ഖജനാവുകൾ അവന്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് നിർണിതമായിരിക്കുന്ന അളവ് മാത്രമേ അവൻ ഇറക്കുള്ളൂ. അതിൽ നമുക്ക് ഒരുപാട് പാടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, ഒരു 4 മീറ്റർ ഉണ്ടാവും ഞാൻ എടുത്ത തുണി, എനിക്ക് വേണമെങ്കിൽ ഇവിടെ വലിച്ചഴിച്ച് നടക്കാം, മനസ്സിലായില്ലേ? പക്ഷേ വലിച്ചഴിച്ച് നടക്കാൻ പാടില്ല. നിന്റെ ശരീരത്തിൽ നീ എന്നൊരു പുരുഷൻ മറക്കാൻ്റെതായ ഭാഗമുണ്ടല്ലോ, മറക്കാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടായിരിക്കും റസൂൽ പറഞ്ഞത് അത് നിര്യാണിക്ക് താഴോട്ട് പോകണ്ടെന്ന്. ആ സ്ത്രീകൾക്ക് മറിച്ചാണ്. കാരണം അവരുടെ ശരീരം പുരുഷന്റെ ശരീരത്തെക്കാൾ വിലപ്പെട്ടതാണെന്നാണ്. അതുകൊണ്ട് അത് കുറച്ച് മറച്ചു വെക്കണം, മനസ്സിലല്ലേ? അത് ആക്രമിക്കപ്പെടാതിരിക്കാൻ മറച്ചു വെക്കണം. വിലപ്പെട്ടതാവുമ്പോൾ ആളുകൾ കൊത്തിക്കൊണ്ടുപോകും, അതില്ലാതിരിക്കാനും മറച്ചു വെക്കണം. സുരക്ഷിതത്വം തന്നെയാണ്. വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. വേഷം മറ്റൊക്കെ നമുക്ക് മറ്റൊരു ചർച്ചയിലാവാന്ന് എഴുതിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. എന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് എന്ന് കരുതി ഇഷ്ടാനുസരണം ഉപയോഗപ്പെടുത്തിക്കൂടാ. ഒരു വലിയ ചെമ്പ് ചോറുണ്ടെങ്കിലും നിന്റെ വയറ് നിറയാനല്ല, നിന്റെ വയറിന്റെ 1/3 നിറയാൻ ഉള്ളേ കഴിച്ചാൽ മതി. ഖദറുൻ മഅലൂം, മനസ്സിലായില്ലേ? അങ്ങനെ എന്തും എല്ലാം അങ്ങനെയാണ്. നമുക്ക് അത്രേ കിട്ടുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞേ അത്രേ കിട്ടുള്ളൂ. കാറിന് 5 സീറ്റ് ഉണ്ട്, പക്ഷെ ഉടമക്ക് എന്താ കിട്ടുക? 1 സീറ്റ്, ബാക്കി കിട്ടൂല. വീട് 5000 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഉടമക്ക് എത്ര കിട്ടുക? ഒരു വിരിപ്പ് ഇങ്ങനെ വെക്കാനുള്ള സ്ഥലം, ബാക്കിയൊന്നും ഉടമക്ക് കിട്ടൂല. അത് വെറുതെ അങ്ങനെ വരുന്നവർക്ക് കാണാനും ചൊറുക്കുണ്ടെന്നൊക്കെ പറയാനും ഒക്കെ ഉള്ളതാണത്, അല്ലേ? നമുക്കൊരു അലങ്കാരത്തിന്, അലങ്കാരം മാത്ര. അലങ്കാരം പലപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയില്ല. ആസ്വദിക്കാൻ പറ്റും, അനുഭവിക്കാൻ കഴിയില്ല. വീട് അങ്ങനെയാണ്, ഭക്ഷണം അങ്ങനെ തന്നെയാണ്. 500 ഏക്കർ സ്ഥലത്ത് കൃഷി ഉണ്ടെങ്കിലും അര വയറ് നിറക്കാനുള്ളതേ ഓനക്ക് കിട്ടുള്ളൂ, ഓൻ്റെതാവുള്ളൂ, ബാക്കിയൊന്നും ഓൻ്റെതാവില്ല. എല്ലാം ഇനി ബാക്കിയൊക്കെ കിട്ടില്ല, ഏത് സംഗതി. അപ്പോൾ പടച്ചോൻ തരുന്നത് അങ്ങനെയാണ്, നമുക്ക് സ്വീകരിക്കാൻ അത്ര കഴിയൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കി സ്വീകരിച്ചാൽ മതി. കഴിയാതാവുമ്പോൾ സ്വീകരിക്കാതെ വേറെയാണ്, മനസ്സിലായില്ലേ? കഴിയുന്ന കാലത്ത് പള്ളം നിറച്ചും പിന്നെ കുറച്ചുകൂടി തിന്നും, പിന്നെ കഴിയാതാവുമ്പോഴോ പട്ടിണി നടക്കും. എന്തേ? അത് തൊടാൻ പാടില്ല, ഇത് അടുക്കാൻ പാടില്ല, ഇത് മണക്കാൻ പോലും പാടില്ല, അല്ലേ? ഡോക്ടർമാരത്ത് ചെന്നാൽ ഓർക്കിപ്പോൾ പ്രധാനപ്പെട്ട പണി ഇതാണ്, ഓരോന്ന് വെട്ടുക. പടച്ചോൻ തന്നത് മൊത്തം വെട്ടുക. അതുപോലെ പണ്ട് കാര്യമില്ല, കാരണം നമ്മൾ അതിനകത്ത് നേരത്തെ നമ്മൾ സ്വന്തം വെട്ടിയിട്ടുണ്ട്. ഞാൻ തമാശ 60 കൊല്ലമാണ് ഒരാളുടെ ജീവിതം. 60 കൊല്ലം. ആ 60 കൊല്ലം അയാൾ കഴിക്കേണ്ട മുഴുവൻ ആഹാരം ഇവിടെ റെഡിയാ, കുടിക്കേണ്ട വെള്ളം റെഡിയാ, ഉപയോഗിക്കേണ്ട മുഴുവൻ സംഗതികളും റെഡിയാ. അതിനേക്കാൾ 1 മില്ലി ലിറ്റർ അധികം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല, 1 മില്ലി ലിറ്റർ കുറയൂല. അപ്പൊ എനിക്ക് 60 കൊല്ലമാണെങ്കിൽ 60 കൊല്ലം ഞാൻ കഴിക്കേണ്ട ഭക്ഷണം ഇവിടെ ഉണ്ട്. അത് 60 കൊല്ലം കൊണ്ട് ഗ്രാജുവലായിട്ട് കഴിക്കേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്തു? 25 വയസ്സായപ്പോഴേക്ക് 40 കൊല്ലത്ത് തിന്നു തീർത്തു. അമ്മാതിരി തീറ്റാണ്.
തിന്നങ്ങ് തീർത്തു. അപ്പോൾ അങ്ങനെ ഇനിയും 35 കൊല്ലം ഉണ്ടെങ്കിൽ ആ 35 കൊല്ലം അങ്ങനെ തിന്നാലോ ഞാൻ വേറെ ആർതോ കവർന്നെടുക്കുന്നുള്ള ഉറപ്പല്ലേ? അതിന് അന്ന് അനുവദിക്കൂല. അപ്പോഴാ 25ാമത്തെ വയസ്സിൽ എന്തോ ചെറിയ പ്രശ്നം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ബ്ലഡിനൊക്കെ നല്ല മധുരമുണ്ട്, മനസ്സിലായില്ലേ? നല്ല മധുരം, പഞ്ചസാര തുടങ്ങി പരിപാടി. ആ പഞ്ചസാര കണ്ടോടുകൂടി വെട്ടി. എത്ര വെട്ടി? ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ കംപ്ലീറ്റ് വെട്ടി, മനസ്സിലായില്ലേ? വീട്ടിൽ വിരുന്നേർ വന്നിട്ട് നല്ല മധുരപലഹാരങ്ങൾ മധുരപാനീയങ്ങൾ ഒക്കെ റെഡിയാക്കി കൊടുക്കുക അല്ലേ? നല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ കൈപ്പക്കന്റെ ജ്യൂസ് കുടിക്കുക, വാഴപ്പഴ നല്ല പുഴുങ്ങിയിട്ടും അല്ലാതെയോ അതുകൊണ്ട് പല ഐറ്റം സാധനം ഉണ്ടാക്കിയിട്ട് വിരുന്നേർക്ക് കൊടുക്കുക. നമ്മളോ അതിന്റെ തണ്ടില്ലേ, വാഴപ്പിണ്ടി എന്നല്ല പറയുന്നത്, ആ ട്യൂബ്ലൈറ്റ്, അത് പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് കുടിക്കുക. എന്താ കാരണം? നേരത്തെ നോക്കേണ്ടിയിരുന്നു. അങ്ങനെ ഓരോന്നും വെട്ടുക. വീട്ടിൽ നല്ല ബിരിയാണിയും നെയ്ച്ചോറും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിരുന്നേർക്ക് കൊടുക്കുക. വീട്ടുകാരനോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാം. എന്താ കാരണം? ഓനക്കൊരു ഉണങ്ങിയ ചപ്പാത്തിയും വേവിക്കാത്ത പച്ചക്കറിയോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തേ? കാരണം ഒന്നുമല്ല, 25 കൊല്ലം കൊണ്ട് 40 കൊല്ലത്ത് തീർത്താണ്. അപ്പൊ കോട്ട കൂടാനും കുറയാനും പാടില്ല, അതിനുള്ള സംവിധാനം. എന്നിട്ടും ഇവ നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മുതൽ കാണാം ഉപ്പ് കുറച്ച് കൂടിയുണ്ട് അല്ലേ? അപ്പൊ അതും പോയി. പഞ്ചസാരയും ഉപ്പും അങ്ങ് പോയാൽ പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ഇനി എനിക്ക് ഇത്തിരി കൊളസ്ട്രോളും കൂടി കിട്ടിയാൽ മതി, താലോലിക്കാൻ കുറച്ച് ഗ്യാസും കൂടി ആയാൽ ഗംഭീരായി. അതാ പറഞ്ഞത്. എല്ലാം ഇങ്ങനെ വെട്ടും. ആ വെട്ടണം എന്തുകൊണ്ടാ? അള്ള പറഞ്ഞാണ്. അള്ളാഹു തന്നെ വളരെ കണക്കനുസരിച്ച് തോതനുസരിച്ച് കറക്റ്റ് സാധനം അങ്ങോട്ട് തരുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അവൻ തന്നെ ഒരു കണക്ക് തന്നിട്ടുണ്ട്. ആ കണക്കുകൾ പാലിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അവനാന്റെ വയറല്ലേ, ഭക്ഷണം അവനാണ്ടതല്ലേ എന്ന് കരുതി വട്ടി പിടുങ്ങണ്ട. 1/3 ഭക്ഷണം 1/3 വെള്ളം ബാക്കി വെറുതെ വിട്ടേക്ക്. അത് നമുക്ക് പറ്റുന്നില്ല. അത് പറ്റാതിരിക്കുമ്പോൾ പിന്നെ പറ്റേണ്ട പണി വേറെ പറഞ്ഞുതരും. പടച്ചോൻ പറഞ്ഞേ കേൾക്കൂല്ലെങ്കിൽ പടപ്പുകൾ പറഞ്ഞേ കേൾക്കുക. അതിനാണ് ഡോക്ടർമാർ പണിയെടുക്കുന്നത്. അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലല്ലോ? ശരി, ഇവിടെയും അള്ള പറഞ്ഞ എന്താ? വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുകയില്ല, ഇല്ലാ ബി ഖദരിൻ മഅലൂം, നിർണിതമായിരിക്കുന്ന തോതനുസരിച്ചല്ലാതെ. അറബി ഭാഷയിലെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നിഷേധാത്മകമായ പദവുപയോഗിക്കല്. സത്യം സത്യസന്ധമായി 100% പെർഫെക്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ആരാധ്യന്മാരും യഥാർത്ഥത്തിൽ ആരാധ്യന്മാരല്ല, ആവാൻ കൊള്ളുന്നവരല്ല. അതിലും മടി വേണ്ട. അതിന് വേണമെങ്കിൽ 1000 കാരണങ്ങൾ കൊടുക്കാം. ഇന്ന സംഗതികൾ ആരാധ്യന്മാരല്ല എന്ന് പറയാൻ 1000 കാരണങ്ങൾ. എന്നാൽ ആരാധ്യനാണ് എന്ന് പറയാൻ ഒരു കാരണം പോലുമില്ല. എന്നിട്ടാ ബാക്കി പറഞ്ഞത് അള്ളാഹു അല്ലാതെ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിനും അവൻ സാക്ഷാൽ ആരാധ്യനാണ് എന്നതിനും ഒട്ടനേകം കാരണങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ നെഗറ്റീവ്സ് പറയുന്നത് എന്തിനാറിയോ? ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടാനാ, സ്ട്രോങ് ആക്കാനും. ഇപ്പൊ ഖുർആനിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ആ മാത്രം പറഞ്ഞാൽ ഉറപ്പിക്കാൻ. ഇപ്പോ നഅബുദുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിനെ നിന്നെ ആരാധിക്കുന്ന അർത്ഥം. പക്ഷെ ആയത്ത് എങ്ങനെയാ? ഇയ്യാക നഅബുദു, തിരിച്ചാ പറഞ്ഞത്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതുപോലെ ആ മാത്രം എന്ന ആ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പദം ഉപയോഗിക്കുന്നത്. എല്ലാ വസ്തുക്കളുടെയും ഖജനാവുകൾ എൻ്റെ അരികിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ച് പെർഫെക്ഷൻ ഉണ്ടാവും. എൻ്റെ അരികിൽ ഖജനാവുകൾ ഇല്ലാത്ത ഒരു വസ്തു ഇല്ല. അത് നമ്മൾ നിങ്ങള് ഖുർആനിനെ ആ ഖുർആനിലൂടെ അറബിയിലൂടെ തന്നെ മനസ്സിലാക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനെ നേർക്ക് നേരെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതാണ് വേദഭാഷ എന്ന് നമ്മൾ കരുതിയിട്ട് ഇറങ്ങാറാണ്. മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇത് പ്രശ്നത്തിലേ ഉള്ളൂ. ഖുർആനല്ലേ, മലയാളത്തിലേക്ക് ആക്കുമ്പോഴും അതിനൊരു വേദഭാഷയുടെ ശൈലി വേണ്ടെന്ന് കരുതിയിട്ട് മലയാളത്തിൽ അങ്ങനെ കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേദഭാഷ ആവൂല, അതാ പ്രശ്നം. അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇത്ര ഉദ്ദേശത്തിലേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, ഓന്റെ കയ്യിലില്ലാത്ത ഒരു മുതലുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അവന്റെ കയ്യിലുണ്ട്. അതേ പറഞ്ഞുള്ളൂ. മലയാളത്തിൽ ആ പ്രയോഗമുണ്ട്, പ്രയോഗം മലയാളത്തിലുണ്ട്. പക്ഷെ അറബിയിൽ പ്രത്യേകിച്ച് ഖുർആനിൽ പല വിഷയങ്ങളെയും നന്നായി സമർത്ഥിക്കുവാൻ നല്ല പെർഫെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പദം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയൊക്കെ ഖജനാവ് കണക്കിന് അള്ളാഹുവിന്റെ അരികിലുണ്ട്.
അവന്റെ കരിയിൽ ഇത്രമാത്രം ഖജനാവുകളില്ലാത്ത ഒരൊറ്റ വസ്തുവില്ല. ഇവിടെ അള്ളാഹുവിന്റെ അരികിൽ ഇല്ലാത്ത ഖജനാവുകൾ കണക്കിനില്ലാത്ത ഒരു വസ്തുവും ഇല്ല എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതിൽ എന്നിട്ടും അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇത്രമാത്രം ഉണ്ടായിട്ടും അവൻ വളരെ ആവശ്യമനുസരിച്ച് ആ നിർണയിച്ചിരിക്കുന്ന തോതനുസരിച്ച് മാത്രമേ ഇറക്കുകയുള്ളൂ. അടുത്ത ആയത്തിൽ നോക്കാം, 22. وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. നാം അയച്ചു, നിയോഗിച്ചു. അർസല ഇതിന്റെ പദമാണ് റസൂല്. അർസല, യുർസിലു, മുർസില്, മുർസല് ഒക്കെ അതിന്റെ പദങ്ങളാണ്. മുർസിൽ അയക്കുന്നവൻ, മുർസൽ അയക്കപ്പെട്ടവൻ, അങ്ങനെ പ്രവാചകൻ. ഇവിടെ അർസൽന നാം അയച്ചിരിക്കുന്നു അർരിയാഹ കാറ്റുകളെ, ല വാക്കിഹ, വാക്കിഹ എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അർസൽന റിയാഹ ല വാക്കിഹ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ, അങ്ങനെ ഉപരിലോകത്ത് നിന്ന് നാം വെള്ളം ഇറക്കി. ഫഅസ്ഖൈനാകുമൂഹു, അസ്ഖാ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നാണ്. അസ്ഖാ, സുഖിയ എന്ന് പറഞ്ഞാൽ കുടിവെള്ളം. സുഖിയ കുടിവെള്ളം, അസ്ഖാ കുടിപ്പിച്ചു. അസ്ഖാ യുസ്ഖി. ഇവിടെ എന്താ പറയുന്നത്? അസ്ഖൈനാകുമൂഹു, അസ്ഖൈതു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിപ്പിച്ചു, അസ്ഖൈന നമ്മൾ കുടിപ്പിച്ചു, പ്ലസ് നഹ്നു, അസ്ഖാ പ്ലസ് നഹ്നു. ഫഅസ്ഖൈന അങ്ങനെ നാം കുടിപ്പിച്ചു കും നിങ്ങളെ. എന്ത്? ഹു, അത് എവിടെ എത്ര പദമുണ്ട്? ഫ, അസ്ക, നഹ്നു, കും, ഹു, 5 പദമുണ്ട്. ഫഅസ്ഖൈനാകുമൂഹു അങ്ങനെ അത് നിങ്ങളെ നാം കുടിപ്പിച്ചു. അപ്പോ മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകൾ അയച്ചു, എന്നിട്ട് ഉപരിലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു, എന്നിട്ട് അത് നിങ്ങളെ നാം കുടിപ്പിച്ചു. വമാ അൻതും ലഹു ബിഹാസിനീൻ, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. വമാ അൻതും നിങ്ങളായിരുന്നില്ല, നിങ്ങളല്ല, ലഹു ആ വിഷയത്തിൽ, ആ കാര്യത്തിൽ, എന്ത്? ബിഹാസിനീൻ. ഹാസിൻ എന്ന് പറഞ്ഞാൽ സംഭരിച്ച് ശേഖരിച്ചു വെക്കുന്നവൻ. ഈ നേരത്തെ പറഞ്ഞ ഖസാനന്റെ ബാക്കിയാണത്. ഖസനന്റെ ബാക്കിയാണ് ഹാസിൻ, ശേഖരിച്ച് സംഭരിച്ചു വെക്കുക. ഇപ്പൊ വമാ അൻതും ലഹു ബിഹാസിനീൻ, അത് സംഭരിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഒരായുഷ്കാലം മനുഷ്യന് ഉപയോഗിക്കുവാനുള്ള വെള്ളം അവന് സ്വന്തമായി സംഭരിച്ച് അങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പോൾ പടച്ചോൻ തന്നെ സംഭരിച്ചു വെച്ച് ഒരു കുഴപ്പമില്ലാതെ. നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വെച്ചാൽ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അത് ചെയ്താവും. അപ്പം പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പം ജൈവമാറ്റം വരുത്താൻ നമ്മൾ ചെയ്യുന്നത്, അതിന് ചെയ്യുന്ന പണി അതാണ്. അങ്ങനെ കൃത്രിമമായിരിക്കുന്ന അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിലപ്പുറം പോല. എന്നാൽ നമുക്ക് വേണ്ടിയുള്ള, ഒരു മനുഷ്യന് വേണ്ടിയുള്ള മുഴുവൻ വെള്ളവും അത് ശേഖരിച്ച് സംഭരിച്ച് സൂക്ഷിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി മനുഷ്യനില്ല. പടച്ചോനാണെങ്കിലോ അതിങ്ങനെ ഒരു ജലചക്രത്തിലൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിലനിർത്തിയിട്ട് തരാണ്. പുഴയിൽ, കടലിൽ, അങ്ങനെ കുറേ, പിന്നെ നീരാവിയായിട്ട് കുറേ, പിന്നെ മേഘമായിട്ട് കുറേ, പിന്നെ മഴയായിട്ട് തിരിച്ചിങ്ങോട്ട് വീണ്ടും ഇങ്ങനെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ആ റൊട്ടേഷനിൽ ഇത് ശേഖരിച്ച് സംഭരിച്ച് വെക്കുന്നവൻ അവനാണ്, മനുഷ്യന് കഴിയില്ല. സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇന്ന് സ്ലൈഡൊന്നും നിരുന്നില്ല, അടുത്ത ആഴ്ചയിൽ അത് പൂർത്തീകരിക്കാം. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നന്നായി ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ഒരുപാട് വശങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, ഈ ആയത്തുകളൊക്കെ നമ്മൾ നേരത്തെ ഓതുന്നതാണ്, അർത്ഥവും പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആലോചിക്കുവാനുണ്ട്.
ആ ആലോചനയുടെ പിന്നിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനും ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ പഠനങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അർത്ഥമുണ്ടാകുന്നത്. അവിടെ അവൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സും ശിരസ്സും നമിക്കണം. അതിന് നമ്മൾ പാകപ്പെടണം. ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ആ ഒരു പാകപ്പെട്ട മനസ്സുണ്ടാവണം. അതിന് സഹായകമാകുന്ന വിധത്തിൽ ഈ സംരംഭങ്ങൾ മുന്നോട്ട് പോകണം. അതിന് നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.